പ്രിയമുള്ള അപ്രയം ദമ്പതികളെ, അതോടൊപ്പം തന്നെ ഇതിന്റെ നേതൃത്വത്തിലിരിക്കുന്ന നമ്മുടെ MCCയുടെ ഭാരവാഹികളെ, പ്രിയമുള്ള ദമ്പതിമാരെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ തവണത്തെ വിഷയം എന്തായിരുന്നു എന്നുള്ളത്? നമ്മുടെ ബിലീഫ് സിസ്റ്റം എപ്രകാരം നമ്മുടെ കാഴ്ചപ്പാടുകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ പെരുമാറ്റങ്ങളെയും നിയന്ത്രിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ കഴിഞ്ഞ തവണത്തെ ചർച്ചാ വിഷയം. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു ആക്ഷൻ ചെയ്യണ കാര്യം ഓർമ്മിപ്പിച്ചിരുന്നു. നിങ്ങളത് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അതായത് നിങ്ങളുടെ പെരുമാറ്റത്തെ നിഷേധാത്മകമായി ബാധിക്കുന്ന നിങ്ങളുടെ ഒരു വിശ്വാസ സംഹിത അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റം കണ്ടെത്താനായിരുന്നു. അത് കണ്ടെത്തി പരസ്പരം ചർച്ച ചെയ്യാനായിരുന്നു നമ്മൾ നിങ്ങൾക്ക് തന്നിരുന്ന ഹോംവർക്ക്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ചിലർ വിജയിച്ചിട്ടുണ്ടാകും, ചിലർ പരാജയപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. സാരമില്ല, നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഓരോ ഈ വിഷയങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധം നല്ല ഉണർവുള്ളതായിട്ട് മാറുമെന്ന പ്രതീക്ഷയില് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമാണ്. ഈ നമ്മുടെ നാവുണ്ടല്ലോ, നാവ്, ഈ നാക്കിന്റെ ഉപയോഗം എങ്ങനെ വിവാഹബന്ധത്തെ വളർത്തും അല്ലെങ്കിൽ തളർത്തും, ഇതാണ് നമ്മുടെ വിഷയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നാവ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കുടുംബജീവിതത്തില്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഈ നാക്കുകൊണ്ടാണ് കുറെ നന്മ വന്നതും അതുപോലെ തന്നെ കുറെ തിന്മ വരുന്നത്. അല്ലെ? ചില ജീവിതങ്ങളൊക്കെ രക്ഷപ്പെട്ടേക്കുന്നത് ഈ നാക്കുകൊണ്ടാണ്. നാവില്ലാതിരുന്നെങ്കിൽ പണ്ടേ തളർന്നു പോയേനെ. എന്നാൽ ചില ജീവിതങ്ങൾ നശിച്ചു പോയതും ഈ നാക്കുകൊണ്ടാണ്. നാക്കിന് ശരിക്കും പറഞ്ഞ ഒരു വനത്തെ പോലും ചാമ്പലാക്കാനുള്ള തീ ഉണ്ടെന്നാ പറയണത്. അത് ബൈബിളിലെ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ശരീരത്തെ മുഴുവൻ മലീമസമാക്കാൻ കഴിയുന്ന വിധത്തിലെ ശക്തിയുള്ള ഒരു സാധനമാണ് നാക്ക്. അതുപോലെ തന്നെ പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. നല്ല ഉണർവുള്ള ഒരു ബന്ധത്തിന് നാക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് നാക്ക് ഉപയോഗിച്ച് നല്ല തഴക്കം വന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന കുറെ പരിപാടികൾ ഉണ്ടാവും. ഈ നാക്കുകൊണ്ട് പറയണ കുറേയേറെ കാര്യങ്ങളുണ്ടാവും. നാക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും വാചികമായിട്ടുള്ള വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ശാരീരിക ഭാഷയുണ്ട്, അതുപോലെ തന്നെ വാചിക ഭാഷയുണ്ട്. ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാഷയാണ് ഇന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വിവാഹ ബന്ധത്തില് ഈ വാക്കുകൾ, അതായത് നാവ് കൊണ്ടുള്ള വാക്കുകൾ വളരെ വളരെ സുപ്രധാനമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു 10 കേസ് അവതരിപ്പിക്കാനായിട്ട് പോവാണ്. 10 വിധത്തിൽ എങ്ങനെ നാവിന്റെ ഉപയോഗം നമ്മുടെ വിവാഹ ബന്ധത്തെ ഒരു പ്രണയത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധത്തെ ഉണർവുള്ളതാക്കി മാറ്റും. 10 ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ചിലരൊക്കെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കാം, പക്ഷെ എന്നാൽ കുറച്ചും കൂടി നമുക്ക് അതിനകത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെടുത്ത് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയുള്ള സമയം നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ വളർത്തിയ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ വളർത്തിയ ഒരു കാര്യം ഒന്ന് ഓർത്തെടുക്കാമോ? ഇന്ന് സംഭവിച്ച കാര്യം നിങ്ങളുടെ നാവ് കൊണ്ട്. എന്നിട്ട് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾ കുറച്ചും കൂടി കപ്പിൾസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് നല്ലതാണെന്നൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്ത രീതിയിൽ അത് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഓൾവേസ് വെൽക്കം. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബന്ധത്തില് നിങ്ങളുടെ നാവ് ഉപയോഗിച്ചിട്ട് വന്ന ഒരു മാറ്റം, ഒരു നല്ല മാറ്റം. ചീത്ത മാറ്റം വേണ്ട കേട്ടോ, അത് പറയാൻ ചിലപ്പോൾ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അത് വേണ്ട, നല്ലത് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ സാധിക്കുന്നവരെ നമ്മുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കും അത് ഇൻട്രസ്റ്റ് ആവുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാണാം. എന്നെ കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓഡിയോ മാത്രം കേട്ടുകൊണ്ടുള്ള ക്ലാസ്സും എന്നെ കണ്ടുകൊണ്ടുള്ള ക്ലാസ്സും തമ്മിൽ വ്യത്യാസമില്ലേ? അതുപോലെ തന്നെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ വരാം. ഇനി നിങ്ങൾക്ക് അതിന് വരാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ സാരമില്ല, ഡോണ്ട് വറി. ഓക്കെ, കമാൺ. ഇന്നത്തെ ദിവസം നമ്മുടെ ബിജി ജോയ് എന്ന് പറഞ്ഞ ഒരാള് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ബിജി ജോയ്, ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? അത് ഓണാക്കി വെച്ചിട്ട് പോയേക്കാണോ? ബിജി ആൻഡ് ജോയ് കേൾക്കുന്നില്ല. ഓക്കെ, നമുക്ക് വേറെ ഒരാളെ വിളിക്കാം. ഷൈജൻ ആഞ്ചലോസ്. വീഡിയോയിലുള്ളവരെ നമുക്ക് നേരിട്ട് കാണാൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ, ഇല്ലാത്തവരെയാണല്ലോ നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്തവർ വിളിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനിടയിൽ പറയണമെന്നിട്ട് പറയാം കേട്ടോ. ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ദിവസം നിങ്ങളുടെ നാവ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വന്ന ഒരു നല്ല കാര്യം.
ഭീമേഷ് എന്തോ പറയാൻ ഭാര്യയുമായിട്ട് ആലോചിക്കുന്നുണ്ട്, വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇതിൽ ആലോചന ഒന്നും വേണമെന്നില്ലേ, നല്ല കാര്യമല്ലേ. ആലോചിക്കായിരുന്നു. ആലോചിക്കായിരുന്നു അല്ലേ, ഒന്നും അങ്ങനെ വരുന്നില്ലല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും. നമ്മൾ പല കാര്യങ്ങളും ഈ ബോധപൂർവ്വം അല്ലല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കുമ്പോ ചിലപ്പോൾ കിട്ടൂല. ധന്യക്ക് എന്തോ ഷെയർ ചെയ്യേണ്ടതാണല്ലോ. അച്ഛൻ ഞങ്ങൾ പറയുന്നത് പക്ഷെ ഞങ്ങളുടെ റേഞ്ച് കട്ടായി പോണു ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ നല്ല ക്ലിയറാ, ഇപ്പൊ കേക്കാം പറഞ്ഞോ. ഞങ്ങൾ ഈ മീറ്റിങ്ങിന് ഇപ്പൊ തൊട്ട് മുമ്പ് ഉണ്ടായ എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇതായിട്ട് ഞാൻ പറയണേ. പറഞ്ഞോ. ജോളി മീറ്റിങ്ങിന് തൊട്ട് മുമ്പ് ഒരു ബ്ലൂ കളർ ടീഷർട്ട് ഇട്ടായിരുന്നേ. അപ്പൊ പറഞ്ഞു ഞാൻ ഇത് മാറി വൈറ്റ് ഇടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ജോളി വൈറ്റ് ഷർട്ട് ഇട്ടു. ഹലോ, പറഞ്ഞോ അവസാനം പറഞ്ഞു കേട്ടില്ലായിരുന്നു ഞാൻ. കേട്ടില്ല. അപ്പൊ ഞാൻ ഡ്രസ് മാറി ഈ ഡ്രസ് ഇട്ടു, ഞാൻ ഈ ഓറഞ്ച് കളർ ഡ്രസ് ഇട്ടു. അപ്പൊ പറയാ വാവ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കൊള്ളാം. അപ്പൊ ഞാനിങ്ങനെ പ്രയറൊക്കെ ചെല്ലാൻ കുറച്ച് ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എനിക്കതൊരു ഭയങ്കര ഒരു എനർജി കിട്ടി. ഓക്കെ. അപ്പൊ യാത്രക്ക് ഇറങ്ങിയപ്പോഴേ വണ്ടിയിൽ വെച്ച് ഞങ്ങള് ഇവിടുന്ന് മുതലേ ചെറിയ ചെറിയ തർക്കങ്ങളായിരുന്നു. വെറുതെ ഒരാവശ്യമില്ലാണ്ട് ഓരോ കുടുംബത്തിലുണ്ട്. ഇവരുടെ വീട്ടിലെ കുടുംബ പ്രസംഗം എടുത്തിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ നമ്മുടെ മകൻ അതിന്റെ പുറകെ അവിടെ ഇരിക്കുന്നുണ്ട്. അലക്കി സ്വൈരല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് അവിടെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഇതിന്റെ ബാക്കി ഞങ്ങൾ തുടർന്നു. അപ്പോഴും അവർ ചെറിയ മയക്കത്തിലായിരുന്നു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്ന് നിർത്താമോ എന്ന് പറയണം. അപ്പോഴാണ് ഞങ്ങൾ നിർത്തിയത്. ഇത് ഞങ്ങൾക്ക് പറ്റിയ സമയം അതായിരുന്നു. ഞങ്ങൾക്ക് ഒരു ബോധം ഉണ്ടായേ, നമ്മൾ ചെയ്യണത് അവനെ ബാധിക്കുന്നുണ്ടല്ലോ എന്നൊരു ബോധം ഉണ്ടായിരുന്നു. അത് ശരിയാണ്. ഈ നാവ് കൊണ്ട് നമുക്ക് നല്ലത് സംഭവിക്കും, ചീത്തയായ കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പൊ നല്ലൊരു കാര്യം ധന്യ ഷെയർ ചെയ്തു. അതായത് ഒരു ഡ്രസ്സ് ധരിച്ചു വരുമ്പോ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ പറയാണ്, അത് വളരെ നന്നായിരിക്കുന്നു, ഇന്ന് നീ സുന്ദരിയായിരിക്കുന്നു, ഇന്ന് ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ, ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരും കേട്ടാ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് വളരെ വലിയൊരു പോസിറ്റീവായ ഒരു ബൂസ്റ്റാണ്. അപ്പൊ നമുക്ക് ശരിക്കും നാവ് കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ നന്മ പ്രശംസിക്കുക, അഭിനന്ദിക്കുക. അല്ലെ, ഒരാളിൽ നന്മ കണ്ടു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു എന്നും പറയുക. അല്ലെ, നിങ്ങളൊക്കെ അങ്ങനെ പറയാറില്ല? എല്ലാ ദിവസവും ഒരു 5 നന്മയെങ്കിലും പറയുന്നവരൊന്ന് എന്തെങ്കിലും ഒരു സൈൻ കാണിക്കാമോ? എന്തെങ്കിലും ഒരു കൈ കാണിക്കാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കാവോ? എല്ലാ ദിവസവും ഒരു 5 എണ്ണം ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന് ഞാൻ പറയാറുണ്ട് അച്ചു, ഒരു നല്ല കാര്യം 5 എണ്ണം. അത്രയില്ലേ? ഞാൻ നിങ്ങളെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്താ? ഒരെണ്ണെങ്കിലും പറയാറില്ലേ? ഇപ്പൊ നേരത്തെ ജോലി പറഞ്ഞൊരു നല്ല കാര്യമാണ് ധന്യ പറഞ്ഞത്. ലെസ്ലി പറയാറുണ്ടെന്ന് തോന്നുന്നു, 5 എണ്ണം പറയാറുണ്ടോ? കേൾക്കുന്നില്ല, മൈക്ക് അൺമ്യൂട്ട്. 5 എണ്ണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് കൺഫ്യൂഷൻ. 5 എണ്ണം ഇല്ല, ഒരു 1-2 എണ്ണമൊക്കെ പറയാറുണ്ട്. 1-2 എന്നൊക്കെ പറയാറുണ്ടല്ലേ? ഓക്കെ. ശരിക്കും ഈ നാവ് കൊണ്ടുള്ള ഏറ്റവും വലിയ വിവാഹ ബന്ധത്തെ വളർത്തുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഒരു ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറ്റൊരാളിൽ നന്മ കാണുമ്പോൾ അതങ്ങ് പറയാം. ഇന്ന് നീ അത് ചെയ്ത് വളരെ നന്നായിരിക്കുന്നു കേട്ടോ, ഇന്നത്തെ ഭക്ഷണം വളരെ നന്നായിരിക്കുന്നു കേട്ടോ, ഇന്ന് ചേട്ടൻ ജോലി കഴിഞ്ഞിട്ട് നേരത്തെ വന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇനി ചേട്ടന്റെ ആ ജോലിയിൽ ആ ചേട്ടൻ നടത്തിയ ആ ഒരു നീക്കമുണ്ടല്ലോ, അതെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തല്ലോ, വളരെ വലിയ കാര്യമാണ് കേട്ടോ, അഭിനന്ദനങ്ങൾ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയും നമ്മുടെ നാവ് കൊണ്ടാണല്ലോ. ഇത് നമ്മുടെ ബന്ധത്തെ വളർത്തൂലേ? അല്ലെ? അപ്പൊ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു കാര്യമാണ് ഈ നാവ്. ഈ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുമ്പോൾ അതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുമ്പോൾ വെറുതെ പോസിറ്റീവ് സ്ട്രോക്ക് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാവ് കൊണ്ട് നമ്മൾ കുറച്ച് വിവരിച്ച് നമ്മൾ നന്മ പറയുമ്പോഴാണ് കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാവണം. അല്ലെ? ഇപ്പോ ധന്യയോട് ജോലി പറയാണ് നീ സുന്ദരിയായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് തന്നെ എന്ത് തോന്നും? കൊള്ളാലോ. ധന്യക്ക് ജോലിയോടുള്ള അടുപ്പം കൂടും, പറയുന്ന ആൾക്കും അടുപ്പം കൂടും, കേൾക്കുന്ന ആൾക്ക് അടുപ്പം കൂടും. ഇനി ഈ സുന്ദരി ആയിരിക്കുന്നു എന്ന ഒറ്റ സെന്റൻസിലല്ലാതെ ഒരു 4 സെന്റൻസിൽ അത് പറഞ്ഞാലോ എങ്ങനെയുണ്ടാവും? അപ്പൊ അതിന്റെ ആ ഒരു ഇഫക്റ്റ് പിന്നെയും വർദ്ധിക്കും. ഇന്ന് നീ സുന്ദരി ആയിരിക്കുന്നു എന്ന് പറയുന്നത് മാത്രമേ
ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരും കേട്ടോ, ഈ ഡ്രസ്സ് നീ ധരിച്ചു കഴിയുമ്പോഴോ നിനക്ക് നല്ലൊരു എന്താ പറയാ ഒരു ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു ഉദിപ്പുള്ള പോലെ തോന്നും, നല്ല യോജിക്കുന്ന ഒരു കളറാണ്. മാത്രമല്ല അതിന്റെ മെറ്റീരിയലും വളരെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ അത് നന്നായിട്ട് എന്താ പറയാ അത് ധരിച്ചപ്പോ എനിക്ക് നല്ലൊരു ലുക്ക് ഉണ്ട്, ഐ മീൻ ഒരു നല്ലൊരു ഇംപ്രഷൻ വരുന്നുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ ഓരോ സെന്റൻസ് കൂട്ടി പറയും തോറും ബന്ധത്തിൽ ഉണർവ് വർദ്ധിക്കും. അപ്പോ നന്മ തന്നെ വിവരിച്ച് പറയാം. പിന്നെ ഉള്ളതേ പറയാവൂ, ഇല്ലാത്തത് പറയരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലാത്തത് പറയരുത്. ഇപ്പൊ ഭർത്താവ് ജോലിയൊന്നും ഉത്തരവാദിത്ത ബോധത്തോട് ചെയ്യാറില്ല. അപ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഉത്തരവാദിത്ത ബോധമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ വിശ്വസിക്കൂല. അതുകൊണ്ട് ഉള്ളത് വിവരിച്ച് നന്നായിട്ട് പറയാം. പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഈ നാവിന്റെ പ്രയോഗത്തിലെ ഈ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മളൊരു നല്ല കാര്യം പറയുമ്പോൾ അതിന്റെ ഇടയിൽ ചെറിയൊരു കുനിറ്റ് വാക്ക് ഉപയോഗിക്കും. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് അത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോ ഒരു എന്താ പറയാ ഭർത്താവ് ഭാര്യയെ പ്രശംസിക്കുകയാണ്. എങ്ങനെ പ്രശംസിക്കാന്ന് പറയുമോ? ഇന്ന് വീടൊക്കെ നല്ല വൃത്തിയായിട്ട് ഭാര്യ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭർത്താവ് വന്നിട്ട് പ്രശംസിക്കുകയാണ്. നേരിട്ട് ഭാര്യയോട് പറയാനുള്ള ഒരു ഓപ്പൺനെസ് ഇല്ല. അതുകൊണ്ട് മക്കളോട് പറയാണ്, മക്കളെ ഇന്ന് നിങ്ങളുടെ അമ്മ പതിവില്ലാത്ത വിധം വീട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. വീട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ എന്തിനാണ് ഈ ഭർത്താവ് അവിടെ പതിവില്ലാത്ത വിധം ഒന്ന് ചേർത്തത്? ഒരെണ്ണിരിക്കട്ടെ എന്ന്, ഒരു ചെറുതേ, അല്ലെങ്കിൽ നമുക്കൊരു തൃപ്തിയില്ലാത്ത അവസ്ഥ ഒരു കിട്ടുന്നുണ്ട്. അതിന്റെ ഇടയിൽ ചെറിയൊരു സാധനം കയറ്റും. പക്ഷെ അതല്ല, ഹോൾ ഹാർട്ടഡ് ആയിട്ട് തുറന്ന മനസ്സോടുകൂടെ നമ്മൾ നമ്മുടെ ജീവിത പങ്കാളി കാണുന്ന നന്മ വിവരിച്ച് പറയാം. ഒരു 3-4 സെന്റൻസ് ഉണ്ടെങ്കിൽ ഒരു നന്മയെ കുറിച്ച് നമ്മൾ പറയാം. അങ്ങനെ ഒരു ദിവസം ഒരു 5 പ്രാവശ്യമെങ്കിലും പറയാം. നിങ്ങളുടെ ബന്ധം വളരില്ലേ? വളരോ? അല്ലച്ചോ, അത്രയും പറയാനുള്ളത് ഇല്ലെങ്കിലോ? അത്രയും പറയാനുള്ളത് ഇല്ലെങ്കിലോ? അതൊരു ചോദ്യമാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നന്മയും തിന്മയും കൂടി അച്ചാറിട്ട് കഴിഞ്ഞാൽ ഏതാ മോളിൽ കിടക്കുമെന്ന് നമ്മൾ കണ്ടത്? നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കേട്ടാ, ആരും മൈക്കൊക്കെ ഒന്ന് ലെസ്ലി ഏതായിരിക്കും നന്മയും തിന്മയും കൂടി അച്ചാറിട്ട ലിൻസി ഏതായിരിക്കും മോളിൽ കിടക്കുന്നത്? മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഏതാ? തിന്മയായിരിക്കും മോളിൽ കിടക്കുന്നത്, നന്മ അടിയിലായിരിക്കും. നമ്മൾ വീട്ടിലിപ്പോ ഓരോ ദിവസവും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കാര്യം എന്താ? നമ്മളിലുള്ള നമ്മുടെ കുറവുകളല്ലേ പെട്ടെന്ന് ശ്രദ്ധിക്കണത് ജീവിത പങ്കാളിയിലുള്ള. കാരണം അത് മനുഷ്യന്റെ മനസ്സ് തന്നെ അങ്ങനെ സെറ്റപ്പാണ്. അറിയാതെ തന്നെ നമ്മൾ അതിനകത്ത് അങ്ങ് ശ്രദ്ധിക്കും. ഇപ്പൊ ഞാൻ നല്ല വെളുത്ത ലോവ ഇട്ടുകൊണ്ട് പോവാണ്. ആ ലോവയിൽ ചെറിയ എവിടെയെങ്കിലും ഒരു പാടുണ്ടെങ്കിൽ ആൾക്കാരത് പെട്ടെന്ന് ശ്രദ്ധിക്കും. അതാണ് നമ്മുടെ ഒരു മനസ്സേ. എന്നാൽ എന്തോരം സ്ഥലം വെളുത്ത പ്രതലമുണ്ട് അതൊന്നും ശ്രദ്ധിക്കൂല. ചെറിയ ഒരു കരട് അത് ശ്രദ്ധിക്കും. ഇത് ഈ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ഇവിടെ ഇരുന്നത്. ഇത് നമ്മുടെ വിവാഹ ബന്ധത്തിലും ഉണ്ടാവും. അതായത് കുറേയേറെ നന്മകൾ ഉണ്ടെങ്കിലും ശരി, തിന്മ പെട്ടെന്ന് ശ്രദ്ധിച്ചു. അതിന് കുറെ കാരണങ്ങളുണ്ട് കേട്ടോ, അത് പിന്നീട് നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് നമ്മൾ ഈ തിന്മ ശ്രദ്ധിക്കുന്നതിന്റെ പുറകിലുള്ള, അത് ഇപ്പൊ തന്നെ ഷെയർ ചെയ്തേക്കാം. അതിന്റെ പുറകിലൊരു 4 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ തിന്മ ശ്രദ്ധിക്കുന്നത്? കാരണം നിങ്ങൾക്കത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് 4 പറയണത്. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തില് നിങ്ങളുടെ പങ്കാളിയിൽ നന്മയുണ്ട്. നന്മയില്ലാത്ത ഒരു പങ്കാളിയും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നന്മയുണ്ട്. ഒരു ദിവസം തന്നെ 4-5 നന്മ പറയാൻ മാത്രമുള്ളത് ഉണ്ട് എന്ന് ഞാൻ ഇപ്പോ എനിക്ക് നേരിട്ട് അറിയില്ലെങ്കിലും ശരി ഉണ്ടെന്ന് പറയാണ്. കാരണം എല്ലാ മനുഷ്യരിലും ഉണ്ട്. നമ്മൾ പറയുന്ന വളരെ വൃത്തികെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാലും ശരി, അവരിൽ പോലും നന്മയുണ്ടെന്ന് ഉറപ്പായിട്ടുണ്ട്. മദ്യപാനിക്ക് പോലും നന്മയുണ്ടെന്ന്. അവര് 2 പഴംപൊരി എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് മേടിച്ചുകൊണ്ട് വരും. നന്മയല്ലേ? അല്ലേ? ഉണ്ട്. ഒരു 5 നന്മ എല്ലാവരും ജീവിതത്തില് ഒരു ദിവസം ഉണ്ടാവും. അതിൽ കൂടുതലുണ്ടാവും. 5 എണ്ണമെങ്കിലും ഉണ്ടാവും. ഉറപ്പാണത്. അത്രയും നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടാവുമെന്ന്. അത് ചിലപ്പോൾ നമ്മൾക്ക് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാത്തവരെ പറയില്ല. നമ്മൾ ഈ മറ്റൊരാളിലെ കുറ്റം പറയുന്ന ഒരു രീതി നമ്മളിൽ വളരെ ശക്തമാണ്. നമ്മുടെ നാവ് ഉപയോഗിച്ചിട്ട് ഇതിന് കുറ്റം പറയാം. പ്രശംസിക്കുന്നതിന് പകരം, നന്മ എടുത്ത് പറയുന്നതിന് പകരം ഇങ്ങനെ കുറ്റം പറയാം. കുറ്റം പറയുന്നതിന് സൈക്കോളജി പറയുന്നത് 4 കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 4 കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾ എപ്പോഴും കുറ്റം പറയുന്നത്. ഒന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളെ കുറിച്ചും കുറ്റം പറയും, അയൽവക്കക്കാരെ കുറിച്ചും കുറ്റം പറയും, അല്ലെങ്കിൽ അപ്പനെ കുറിച്ച് പറയും, അമ്മയെ കുറിച്ച് പറയും, മക്കളെ കുറിച്ച് പറയും. മനസ്സിലാകുന്നുണ്ട്? ഇങ്ങനെ കുറ്റം പറയുന്ന ചില സ്വഭാവക്കാരുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അറിയാമോ? അതായത് ചിലർക്ക് അവരുടെ മനസ്സില് അവരൊരു പരാജയമാണ് എന്ന് ചിലരുടെ മനസ്സിലുണ്ട്. ഞാൻ പോരാ, എനിക്ക് കുറവുകളുണ്ട്, എനിക്ക് എന്താ പറയാ, എനിക്ക് അല്ലെങ്കിൽ അത് ഇവിടെ ഒരു ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ ഒരു ഇരയാണ്. ഇരയെന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിക്ടിമാണ്. മറ്റുള്ളവരെന്നെ പീഡിപ്പിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നതിൽ ചിലർ സുഖം കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്.
ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലരെ കത്തി കുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നെ കുത്തിയേ, എന്നെ കുത്തിയേ, എന്നെ കുത്തിയേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ഈ വിലപിക്കല്. എന്നാൽ അയാൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല, അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞിരിക്കും. അതായത് ഞാൻ ഒരു വിക്റ്റിമാണ്, ഒരു ഇരയാണെന്ന് ചിന്തിക്കുക. അപ്പൊ ഞാനൊരു ഇരയാണെന്ന് ചിന്തിച്ചാൽ എന്നെ പീഡിപ്പിക്കുന്ന ഒരാൾ അപ്പുറത്ത് വേണ്ടേ? അതുകൊണ്ട് അപ്പുറത്തുള്ള ഒരാൾ കുറ്റം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ എന്റെ ഇരയാണെന്നുള്ള തൃപ്തിയില്, വ്യാജ തൃപ്തിയിൽ ഞാൻ നിലനിൽക്കും. ഇത് ചിലരുടെ ഒരു കാരണമാണ്, കുറ്റം പറയുന്നതിന് വിക്ടിമൈസേഷൻ എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ കാരണം എന്നറിയാവോ? നമ്മുടെ കൂടെയുള്ള ആള്, നമ്മൾ പരിചയപ്പെട്ട നാൾ മുതൽ ഇന്നോളം വരെയുള്ള ജീവിതത്തില് ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ആ വേദനിപ്പിച്ച് നമുക്ക് ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല. അത് ക്ഷമിക്കാൻ കഴിയാതെ അയാളോട് ഒരു അതൃപ്തി നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചെറിയൊരു വെറുപ്പ് വന്നിട്ടുണ്ട്, വെറുപ്പ്. അങ്ങനെ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ നന്മ കാണാൻ പറ്റൂല. അയാളെ കുറിച്ച് കുറവേ നമ്മൾ കാണുള്ളൂ, ഇല്ലേ? നിങ്ങളുടെ വീട്ടിലെ ചേട്ടന്റെ ഭാര്യ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് വന്നാലും ശരി അതിലൊരു കുറവ് നിങ്ങൾ. കാരണം എന്താ? അയാളുടെ ഒരു വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കിടക്കാം. അതാണ് ബേസിക്കായ സാധനം. രണ്ടാമത്തെ കാരണമാണ്. ഇനി മൂന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ചരിത്രത്തിലൂടെ നമുക്ക് തന്നെ ചില അസംതൃപ്തികളുണ്ട്, അസംതൃപ്തിയുണ്ട്. ഈ അസംതൃപ്തി നമ്മൾ മറ്റുള്ളവരുടെ മേലെ ആരോപിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പഠിക്കണമെന്ന്, പക്ഷെ നിങ്ങളുടെ അന്നത്തെ സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ അപ്പൻ അതിന് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല, നിങ്ങൾ പഠിച്ചില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാം. ഞങ്ങൾക്കുണ്ടായ ഗതികേട് മക്കൾക്ക് വരരുതെന്ന് കരുതിയിട്ട് പഠിപ്പിക്കാം. അപ്പൊ ഈ മക്കളോട് നമ്മൾ പഠിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു, പക്ഷെ അവർ വേണ്ടത്ര പോലെ എന്തെങ്കിലും ഒന്നും ചെയ്യാതെ വരുമ്പോ നമ്മൾ അവരോട് പെട്ടെന്ന് കുറ്റം പറയും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഒരു അസംതൃപ്തി കിടപ്പുണ്ട്. അത് നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ കുറ്റം പറയുന്ന സ്വഭാവത്തിന്റെ ഉടമയായിട്ട് മാറും. അത് മൂന്നാമത്തെ കാരണം. ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത്, ചിലർക്ക് അറിയാം എന്നിൽ കുറവുണ്ട്, എനിക്ക് കുറെ കുറവുകളുണ്ട്. നെഗറ്റീവ് സെൽഫ് ഇമേജ്, ഞാൻ ശരിയല്ല. അപ്പൊ എന്നിൽ കുറവുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ എന്നെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? മറ്റുള്ളവരിലും കുറവുണ്ടെന്ന് കണ്ടുപിടിക്കും. ഇപ്പൊ നമ്മളതിന് സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ആശ്വസിക്കണേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ആശ്വസിക്കണേ? ലിജോ എങ്ങനെ ആശ്വാസം കണ്ടെത്തുന്നത് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി കഴിയുമ്പോ? ലിജോ മൈക്കാൻ വീട്ടിൽ നമ്മള് അപ്പുറത്തേക്ക് ഒന്ന് നോക്കും, അപ്പുറത്തും പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം, എല്ലായിടത്തും പോയിട്ടല്ലോ. അതെ, അപ്പൊ നമുക്ക് സമാധാനം. എന്താ? ഇത് നമുക്കൊരു കുറവുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ആ കുറവുണ്ടെന്ന് വന്നാൽ നമുക്ക് സമാധാനമായില്ല. അപ്പൊ നമ്മൾ മറ്റൊരാൾ കുറവുണ്ടെത്തും. അപ്പൊ നമ്മുടെ കുറവുകളിലാണ് നമ്മൾ നിലനിൽക്കുന്നത് എങ്കിൽ മറ്റൊരാളുടെ നന്മ കാണാൻ നമുക്ക് പറ്റൂല. പ്രധാനമായി ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ നമ്മുടെ നാവിൽ നിന്ന് ഈ തിന്മ വന്നത്, ഈ കുറ്റം പറയുന്നത്. പിന്നെ ചിലർക്കൊരു കാരണം കുറ്റം പറഞ്ഞാലേ നന്നാവുള്ളൂ എന്ന്. നന്നാവുമോ? നമ്മളെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ ചില ടീമുകൾ ഉണ്ടായിട്ടില്ല, എന്നിട്ട് നമ്മൾ നന്നായോ? കുറ്റം പറഞ്ഞാൽ ആരും നന്നാവാൻ പോകുന്നില്ല. എന്നാൽ കുറ്റം പറയേണ്ട രീതിയിൽ അത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് കുറ്റം പറയാന്നല്ല പറയാൻ, വേറെ പറയാം അതിന്, ഞാൻ അത് വരുമ്പോൾ പറയാം. ഒരു കാര്യം അതാണ്. പക്ഷെ ഇവിടെ ഈ തിന്മയ്ക്ക് പകരം നന്മ പറയാം. ഒരു വ്യക്തിയിൽ കാണുന്ന ഒരു 5 നന്മയെങ്കിലും ഓരോ ദിവസം വിവരിച്ച് പറയാനുള്ള ഒരു ബോധപൂർവമായ ഒരു പരിശ്രമം നമ്മുടെ നാവ് കൊണ്ട് ഉണ്ടായാല് ബന്ധം വളരും. അപ്രീസിയേഷൻ, ഓക്കെ, പ്രശംസിച്ച് സംസാരിക്കാം. ഓക്കെ, ഇതാണ് നാവിന്റെ ഉപയോഗത്തിന്റെ ഒന്ന്. ഇനി മറ്റാരെങ്കിലും ഷെയർ ചെയ്യാമോ? വേറെ നിങ്ങളുടെ നാവ് ഉപയോഗിച്ചിട്ട് കിട്ടിയ ഒരു ഫലം പറഞ്ഞു. വേറെ ആരെങ്കിലും? ആർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഒരെണ്ണം ഇപ്പൊ നമ്മൾ പറഞ്ഞ അഭിനന്ദിക്കുക അല്ലെങ്കിൽ പ്രശംസിക്കുക. 2, നാവ് കൊണ്ട് നമ്മുടെ വിവാഹബന്ധം വളർന്നത്. ഷിഫിക്ക് എന്തോ പറയാൻ തോന്നുന്നുണ്ടല്ലോ, ദീമേഷിന്. ഷിഫിക്ക് പറഞ്ഞോ, മൈക്ക്. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ നാവ് കൺട്രോൾ ഇല്ലാതെ വരുമ്പോ തന്നെയാണ് കുടുംബത്തില് ഞങ്ങൾ തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടായേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഗ്രേസ് റിപ്പിൾസിലൊക്കെ വന്നപ്പോ പരമാവധി ഒരു കാര്യം പറയണതിന് മുമ്പ് അത് ആളെ ഹേർട്ട് ചെയ്യോ എന്ന് ഞാനിപ്പോ അങ്ങനെ ഇത്രയും കൂടി ചിന്തിച്ചാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ ആളുടെ നല്ല ക്വാളിറ്റീസ് ഒക്കെ
പറയുമ്പോഴും നമുക്ക് ഇപ്പൊ ആള് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു പണ്ടത്തെ പോലെയല്ല, പണ്ട് ആൾക്ക് ഇത്തിരി ഇങ്ങനെ കുറെ പ്രോഗ്രാമുകൾ വരുമ്പോൾ ആൾക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരെയൊക്കെ ഇങ്ങനെ കുറെ പേരെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോ ഇപ്പോ അങ്ങനെയല്ല, ആള് ഇപ്പൊ കുറച്ചാൾ യൂണിറ്റ് പ്രസിഡന്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആൾക്ക് വന്നു. ഇനി ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്യാനാണെങ്കിൽ എനിക്കിപ്പോ ഭയങ്കര എപ്പോഴാണെങ്കിൽ ആളത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് പറയുമ്പോ അത് ആളോട് ഞാൻ തുറന്നു പറഞ്ഞപ്പോ അതുവഴി ഞങ്ങളുടെ ഒരു അടുപ്പം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ആളുടെ കഴിവുകളെ അല്ലെങ്കിൽ എന്താ പറയാ സാധ്യതകളെ സാക്ഷാത്കരിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക അല്ലെ? ഇപ്പൊ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വരാണ്. പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ വെപ്രാളപ്പെടാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നുള്ള പേടിക്കാണ്, ആത്മവിശ്വാസം നഷ്ടപ്പെടാണ്. അപ്പൊ നമ്മൾ ഈ നാവ് കൊണ്ട് പറയാണ്, നീ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്, നീ പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ടെന്ന്. ഈ നാവ് കൊണ്ടുള്ള ഒരു 3-4 വാക്കുകളാണ്. പക്ഷെ അത് ആ വ്യക്തിക്ക് പകരുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ശരിയല്ലേ? ഈ നാവ് കൊണ്ടുള്ള ഒരു നേട്ടം അതാണ്. നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക, നന്നായിട്ട് പിന്തുണയ്ക്കുക. ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അതിന് സമാനമായ അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ അപ്പം മരിച്ചു പോയി കഴിഞ്ഞപ്പോ നിങ്ങളുടെ ജീവിത സഖി നിങ്ങളെ സംസാരിച്ച കാര്യം എന്താണ്? അല്ലെ, ഞാൻ കൂടെ ഉണ്ടാവും, നീ വിഷമിക്കരുത്, അല്ലെ? അപ്പോ ഒരു പിന്തുണ അറിയിക്കാനായിട്ട് ഈ നാവ് വളരെ വളരെ നല്ലതാണ്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ജോലിയിലൊക്കെ അല്ലെങ്കിൽ ചില കഴിവുകള്, ചില സ്വപ്നങ്ങള് സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഫെയിലിയർ വരും, പരാജയങ്ങൾ വരും. അപ്പൊ നമ്മളെ ആശ്വസിപ്പിച്ചിട്ട് അതിന് ശക്തി പകരുന്ന വിധത്തില് പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ തരിക. നിന്നെ കൊണ്ട് സാധിക്കും, നീ അവിടെ അത് ചെയ്ത് നന്നായിരുന്നല്ലോ, നിന്നെ കൊണ്ട് പറ്റൂന്നേ, ഇപ്പൊ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടുന്നില്ല, അതൊന്നും അല്ലെന്നേ, നിനക്ക് വളരാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ആത്മവിശ്വാസം പകരുന്ന വാക്കുകള് നമ്മളോട് പറയാം. അപ്പോ റിലേഷൻഷിപ്പ് വളരൂലേ? നല്ല നല്ല പ്രോത്സാഹനം. അപ്പൊ അതിന് നമുക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് പറയുന്ന പേരാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ജീവിത പങ്കാളിക്ക് ചില കഴിവുകളുണ്ട്, എന്നാൽ ആ കഴിവുകളിൽ കുറവുകളുണ്ട്. ഞാനൊന്ന് പിന്തുണച്ചു കഴിഞ്ഞാൽ ആ കുറവുകൾ പരിഹരിച്ച് എന്റെ ജീവിത പങ്കാളിക്ക് മുൻപോട്ട് പോകാൻ കഴിയുമെന്ന വിശ്വാസമാണ് എന്റെ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, വളർച്ച മനസ്ഥിതി. അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് മൈൻഡ് സെറ്റ്. നന്നാവില്ല, ഗുണം പിടിക്കൂല, എന്താ പറയാ, ശരിയാവൂല എന്ന് വന്നാൽ പോയി, പിന്നെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നാവിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോത്സാഹനം കൊടുക്കുക. ലാവിഷായിട്ട് കൊടുക്കാലോ, അല്ലേ? നിങ്ങളുടെ ഭാര്യ യൂട്യൂബ് നോക്കി ഒരു കോഴിക്കറി ഉണ്ടാക്കി, വളരെ നന്നായിരിക്കുന്നു. നമുക്കതിനെ എങ്ങനെ പറയാം? ഓ, അവസാനം, എന്റെ ദൈവമേ, ഓ ഇന്ന് ഒരെണ്ണം ശരിയായി. ഓ, ഈ നാവേ നിന്റെ ഒരു കഴിവ്, ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആ പാചകത്തിന്റെ കല യൂട്യൂബ് നോക്കി ഇത്ര എഫർട്ട് ഇട്ട് നീ അത് ചെയ്യാനായിട്ട് ശ്രമിച്ചില്ലേ? കൊള്ളാം, നന്നായിരിക്കും. നിന്റെ ആ എഫർട്ടിനെ ഞാൻ ശരിക്കും ശ്ലാഘിക്കുന്നു. അങ്ങനെ ഇയാളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന്. എൻകറേജിങ് വേർഡ്സ് നമുക്ക് ഈ നാവ് കൊണ്ട് കൊടുക്കാന്ന്. അപ്പോ രണ്ടാമത്തെ കാര്യമായി പ്രോത്സാഹനം. മൂന്നാമത്തത്, ഈ നാവ് കൊണ്ട് ചെയ്യാവുന്ന മൂന്നാമത്തെ പറഞ്ഞു. ഇത് വളരെ സിമ്പിളായ കാര്യം കൊണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതിന്റെ തിയറി മാത്രം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ പറഞ്ഞോ. ഓക്കെ, വേറെ എന്തായിരിക്കും? നമ്മുടെ ബിന്ദു ചിറ്റു ഉണ്ടല്ലോ, അവരോട് ഒന്ന് ചോദിച്ചോട്ടെ. ബിന്ദു ഇതൊന്നും ഇവരില്ലേ ഇവിടെ? ഇതൊക്കെ ഓണാക്കി വെച്ചിട്ട് പോയേക്കണോ? ബിന്ദു മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങളുടെ ജീവിതത്തിലെ ചുറ്റുമായിട്ടുള്ള ജീവിതത്തില് ഈ നാവ് ഉപയോഗിച്ച് ബന്ധം വളർന്ന ഒരു കാര്യം പറയാമോ? തീർച്ചയായിട്ടും പ്രോത്സാഹനങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞു, ഇനി പറയണ്ട. അഭിനന്ദനവും പ്രോത്സാഹനവും പറഞ്ഞു, ഇനി വേറെ ഒന്നും പറയും. പിന്നെ നമുക്ക് അസുഖം വരുന്ന സമയത്ത് നമ്മളോട് കാണിക്കുന്ന കൂടെ ചോദിക്കാറുണ്ട്, കുറഞ്ഞോ, ഇപ്പൊ എങ്ങനെയുണ്ട്,
എന്നൊക്കെ ഉം, ഉം, ചോദിക്കുമ്പോൾ ഉം. പെട്ടെന്ന് നമ്മുടെ അസുഖം കുറയുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. നമ്മളെ ശരിയാ. കെയർ ചെയ്യാൻ നമ്മുടെ ആളുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിന്തുണ, നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരു അനുഭവം അല്ലെ? അത് നമ്മൾ നേരത്തെ ആ പ്രോത്സാഹനത്തിന്റെ കൂടെ പറഞ്ഞു. പിന്തുണയ്ക്കുക, അത് വളരെ പ്രധാനപ്പെട്ടാണ്. പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. നമുക്ക് ആരോഗ്യം ഉണ്ടാവുന്ന വിധത്തിൽ, കഴിവുകളെ സാക്ഷാത്കരിക്കുന്ന വിധത്തിൽ പിന്തുണയ്ക്കുക. വേറെന്തെങ്കിലും? ബിന്ദുവിന് വേറെ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? വേറൊരു എക്സാമ്പിൾ. വേറെ ഇപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, എന്റെ വീട്ടുകാരെ ആ കുറിച്ച് നല്ലത് പറയുക. അതൊക്കെ നമ്മൾ നേരത്തെ അപ്രീസിയേഷനിൽ പറഞ്ഞു, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വേറെ എന്തെങ്കിലും? ബിന്ദു, ഞാൻ ചോദിക്കട്ടെ, ഈ ഭർത്താവ് ടിറ്റോയോട് എപ്പോഴെങ്കിലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടില്ലേ? എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാട്ടോ എന്ന് പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. നീ അത് എന്റേതാട്ടോ, പരസ്യമായി കേൾക്കാനും ഇഷ്ടമാണ്. നീ എന്റേതാട്ടോ, നിന്നെ കല്യാണം കഴിച്ചെന്റെ ഭാഗ്യാട്ടോ, നീ ഉണ്ടായിരുന്നില്ല എന്റെ ജീവിതം നഷ്ടമായേനേട്ടോ എന്നിങ്ങനത്തെ സെന്റൻസുകളൊക്കെ പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും അതാണ് നാവിന്റെ മറ്റൊരു ഉപയോഗം. എന്നാ? ഇഷ്ടം പ്രകടിപ്പിക്കുക. ഇഷ്ടം, ഇഷ്ടം. ഉം. ഇപ്പൊ ഞാനത് വേറെ ആളോട് ചോദിക്കട്ടെ. നമ്മുടെ ലെസ്ലി അവരോട് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടായി പോകില്ല, അത് പോട്ടെ. നമ്മുടെ പിന്നെ ആരാണ് ഇതിനകത്ത് ഒരു ഇതുണ്ടല്ലോ? ഓക്കെ. നമ്മുടെ ആരോട് ചോദിക്കാം, വേറെ ഒരാളോട് കേട്ടോ. ഇതിനകത്തുള്ള റോബിൻ, അത് ജിൻസ്ലിൻ ഉണ്ടോ? റോബിൻ ഉണ്ടോ? റോബിൻ? എല്ലാവരും ചോദ്യം ഭയപ്പെട്ട് ഇത് ഓണാക്കാതിരിക്കുകയാണോന്ന് എനിക്ക് സംശയം. പേടിക്കണ്ട, നമ്മളെല്ലാവരും ഒരേ വഞ്ചിയിൽ തന്നെയല്ലേ. എന്താ റോബിനും ഇല്ല? പിന്നെ ആരുണ്ട്? ബാബു ആൻഡ് സിനി, അതാരാ നോട്ടെ? ബാബു ആൻഡ് സിനി, ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? വീഡിയോയിൽ വരാൻ പറ്റുമോ? ബാബു എവിടെയാ? ആളെവിടെയാ? ഒരു മിനിറ്റ്. വിളിക്കൊന്നും പ്രതീക്ഷയില്ലായിരുന്നു അല്ലേ? വന്നല്ല. ബാബു, ഞാൻ കാണാം കേട്ടോ. ബാബു, ജസ്റ്റ് ഈ സിനിയുമായിട്ടുള്ള ഒരു പ്രേമത്തിന്റെ കഥയില്ലേ ഉണ്ടല്ലോ, അതൊന്ന് ഒരു 3-4 സെന്റൻസ് ആയിട്ട് ഒന്ന് പറഞ്ഞു സിനിയോട്. ഇപ്പൊ ഞങ്ങൾ പ്രേമിച്ച വിവാഹത്തിന് ശേഷമാണ് ഞങ്ങൾ അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ അല്ല, ആളോട് പറയും, ഞങ്ങളോടല്ല പറയണ്ടേ, സിനിയോടൊന്ന് പറഞ്ഞു. അതായത് നിങ്ങളുടെ പണ്ടത്തെ നിങ്ങള് ഈ മധുവിധ നാളിലൊക്കെ പോയപ്പോ ഉണ്ടായ നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞു. ഒരെണ്ണം. ഒരു പക്ഷെ ബാബുവിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സിനി ആയിരിക്കും. സിനിക്ക് വേണമെങ്കിലും പറയാൻ കേട്ടോ, നിങ്ങൾ ആരെയും ഷെയർ ചെയ്താൽ മതി. സിനി, ഈ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലെ ബാബു ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരെണ്ണം പറഞ്ഞു. ദൈവമേ, ശുഷ്കാണോ? ഞാൻ തന്നത് വലിയൊരു ടാസ്ക് ആയി പോയോ? അങ്ങനെയല്ല, അങ്ങനെ മധുവിധ നാളിൽ ഓർത്തിരിക്കുന്ന അല്ലാതെ നമ്മുടെ നമ്മുടെ കുടുംബജീവിതത്തില് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തേലൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പിണങ്ങാറൊക്കെ ഉണ്ടല്ലോ. വരുമ്പോ ഞങ്ങള് അത് അധികം നീട്ടിക്കൊണ്ട് പോകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സോറി, എന്നോട് ഇനി ഇത് ചെയ്യുന്ന ഭാഗത്ത് നീ ഉണ്ടാവില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എടുക്കാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ ഭാര്യ ഭർത്താക്കന്മാര് നാവ് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക രീതി എങ്ങനെയാണെന്ന് അറിയാമോ? നല്ല ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ നമ്മുടെ പഴയ നല്ല ഓർമ്മകൾ ഒന്നുകൂടി പറയുന്നു. നമ്മൾ അന്ന് ആ മധുവിധ നാളിലെ മൈസൂര് പോയപ്പോ ആ പാർക്കിൽ നീ വീഴാൻ പോയപ്പോ ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചപ്പോ എന്തൊരു ഫീലായിരുന്നു അതല്ലേ? എന്തത് സംഭവം? മധുവിധ നാളിലല്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ, ഞങ്ങള് കാസർഗോഡ് നിന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് ജോലി സംബന്ധമായിട്ട് ഇവിടെ വന്ന് താമസമാക്കിയവരാണ്. അങ്ങനെ ഞാനന്ന് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ബാബു ഒരു എന്ന് പറഞ്ഞ ഗ്രൂപ്പില് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞ് ഞങ്ങള് രണ്ടുപേരും ചെറിയ ബാഗ് ഒക്കെ പിടിച്ചാ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങുന്നത്.
വന്ന് ആഹാ ഇന്ന കാലത്ത് ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുക്കുന്ന അന്നത്തെ സാലറിയിൽ ഒതുങ്ങിയ ഒരു കുഞ്ഞു വീട് വാടകയ്ക്ക് എടുത്ത് ആ ഞങ്ങള് ആ ആ താമസം തുടങ്ങുവാണ്. താമസം ആ തുടങ്ങുമ്പോ ആ നമുക്ക് അതിന്റെ ഓണർ വീട് തന്നപ്പോ ഈ വീട്ടിൽ വെള്ളം കയറുന്നൊന്നും പറഞ്ഞൊന്നുമില്ല. ആ ആ ആ ഞങ്ങളൊരു ആ ആ സുപ്രഭാതത്തിൽ ഞങ്ങൾ കടന്നുറങ്ങുമ്പോ ഞങ്ങൾ പുതപ്പ് പിടിച്ച് വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇതെന്താ ഉം. കാരണം എന്ന് പറഞ്ഞ് നോക്കുമ്പോ വെള്ളം കയറി ഞങ്ങളുടെ കട്ടിലിന്റെ ലെവലിൽ വന്ന് നിക്കുക. അപ്പൊ ദൈവമേ ഞാൻ 8 ആഹാ മാസത്തോളം പ്രഗ്നന്റാ ഞാന്. അപ്പൊ ആ എന്നെ കട്ടിലേൽ ഇരുത്തിയിട്ട് ഇവിടുന്ന് ഇറങ്ങണം. നിറയെ നോക്കുമ്പോ തൊട്ടപ്പുറം ആ റെയിൽവേ ട്രാക്കാണ്. ആ ആ റെയിൽവേ ട്രാക്കിൽ നല്ല കരി പോലത്തെ വെള്ളവും ഡിസ്പോസിബിൾ ഗ്ലാസ് എല്ലാം കൂടെ ഞങ്ങളുടെ റൂമിൽ കൂടെ ഇങ്ങനെ ഒഴുകി നടക്കുക. ആ സമയത്ത് അയ്യോ ബാബുവിന് പറഞ്ഞ് കട്ടിലേന്ന് ഇറങ്ങുകയേ വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞ് ബാബുവെ പോയി ഫുഡൊക്കെ ആക്കിക്കൊണ്ട് തന്ന് എന്നെ അത് ഇവിടെ ശരി. തന്നെ ഇരുന്ന് വന്ന് കരുതലോടുകൂടി എന്നെ നോക്കി ആ ഓ നല്ല വെരി കാര്യം ഗുഡ് വെരി പറഞ്ഞു. സിനി, ഇത് എത്ര വർഷം മുമ്പ് സംഭവിച്ച കാര്യാ? ഇത് 21 വർഷം മുമ്പത്തെയാ. 21 വർഷം മുമ്പ്. അതിനുശേഷം ഇത് എത്ര പ്രാവശ്യം ബാബുവിനോട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം? ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് അങ്ങനെ ദൈവം അങ്ങനെ പറയുമ്പോ ബന്ധം വളരുന്നില്ലേ? ഉണ്ട് ഉണ്ട് ഒരുപാട് സന്തോഷമാണ് അതിന് ഞങ്ങളുടെ ജീവിതത്തിൽ. അതന്നെ, അതാണ് റീകോളിങ് അവർ ലവ് സ്റ്റോറി. വി ഹാഡ് ഓൾറെഡി സർട്ടൻ പോസിറ്റീവ് എക്സ്പീരിയൻസസ്. നമുക്ക് മുൻകാല ചില നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ അനുഭവങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീണ്ടും വീണ്ടും പറയാം. അത് അതെ അതെ ഈ നാവിലൂടെ നടക്കുന്ന പരിപാടിയാണ് ഈ നാവിലൂടെ. അപ്പൊ ഇവിടെ ശരിക്കും നമ്മുടെ ഈ ഇഷ്ടം പ്രകടിപ്പിക്കാണ്, ഇഷ്ടം. അപ്പൊ നാവ് ഇഷ്ടം പ്രകടിപ്പിക്കാൻ നല്ലൊരു ഉപകരണമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എത്രണ്ണായി ഇപ്പോ? നമ്മൾ എത്ര പറഞ്ഞു? എന്തോ 3 എണ്ണാണോ? ഇപ്പൊ എത്ര എണ്ണം പറഞ്ഞപ്പോൾ ശരിക്കും? 4 എണ്ണം ഇപ്പൊ പറഞ്ഞോ? മൂന്നെണ്ണം പറഞ്ഞു അച്ഛാ. 3 ഇനി എണ്ണാണ് പറഞ്ഞത്. നാലാമത്തെ. ഇനി നമുക്ക് നാലാമത്തേലാണ് ഇപ്പൊ നേരത്തെ സിനി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ സോറി. ഇതെന്തുകൊണ്ടാ പറയണം നമ്മള്? ഈ സാധനം കൊണ്ടാ, നാവ് കൊണ്ടല്ലേ. സോറി. അതെ നിങ്ങളൊക്കെ സോറി പറഞ്ഞിട്ടില്ലേ? ഉണ്ട് പറഞ്ഞോ. ഉണ്ട്. ചിലര് സോറി പറയാറില്ല, സ്വയം ജസ്റ്റിഫൈ ചെയ്യും, ന്യായീകരിക്കും. സാധനം. പക്ഷെ നാവ് നല്ലൊരു ഉപകരണമാണ്. നമ്മൾ ചെയ്തു പോയ പ്രവൃത്തി തെറ്റിപ്പോയി, അത് നമ്മൾ ഉദ്ദേശിച്ച ഫലത്തിലല്ല വന്നത് എന്ന് വരുമ്പോ നമ്മുടെ നാവ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചില വാക്കുകൾ പറയാണ്, തെറ്റിപ്പോയി കേട്ടോ, സോറി, പ്ലീസ് ഐ വോണ്ട് റിപ്പീറ്റ്, ഞാനത് ആവർത്തിക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ജീവിത പങ്കാളിക്ക് കിട്ടുന്ന ഹീലിംഗ് എന്തായിരിക്കും? നിങ്ങളുടെ ഒക്കെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? അല്ലെ? ചിലപ്പോൾ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തി തെറ്റിപ്പോയി, അത് കഴിയുമ്പോൾ നിങ്ങൾ സോറി പറഞ്ഞിട്ട് ഹീലിംഗ് കൊടുക്കാം. അപ്പൊ ശരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മുറിവുകളെ സുഖപ്പെടുത്താൻ കഴിയുന്ന അവയവമാണ് എന്ത്? നാവ്. ഓക്കെ, അപ്പൊ അത്രയും. ഇനി നമുക്ക് വേറെന്തെങ്കിലും ഉണ്ടോ ഈ നാവ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന? വേറെന്തെങ്കിലും ബന്ധത്തെ വളർത്താൻ കഴിയുന്ന എന്തെങ്കിലും വേറെ ആർക്ക് ഷെയർ ചെയ്യാൻ പറ്റും? ജോളി, യു വാണ്ട് ടു ഷെയർ സംതിങ്? എന്തെങ്കിലും ഷെയർ ചെയ്യണോ? ഈ നാവ് കൊണ്ട് ബന്ധത്തെ വളർത്തിയ എന്തെങ്കിലും ഒരു അനുഭവം ഇപ്പൊ ഈ പറഞ്ഞത് കൂടാതെ? ഒന്നും കിട്ടുന്നില്ല? ലിജോ ആൻഡ് ഗ്രീഷ്മ, സംതിങ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇമോഷൻസിനെ ഷെയർ ചെയ്താൽ ഒരു പക്ഷെ നമുക്ക് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഇമോഷൻസിനെ ഷെയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ എന്റെ ചേട്ടൻ ലിജോ ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ഒരു സാരി വാങ്ങി തന്നു. ഗ്രീഷ്മ അല്ലേ? അപ്പൊ ഗ്രീഷ്മ ലിജോയോട് പറയാണ്, ചേട്ടൻ ആ സാരി വാങ്ങി തന്നപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എത്രമാത്രം വിലമതിക്കുന്നു എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായത്. അത് പറയുമ്പോ നിങ്ങളുടെ ബന്ധം വളരും. അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാലോ അത്രയും വളരൂല. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ചിന്തകള്, നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ച്, നമ്മുടെ ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യുക. അതിന് നാവ് വലിയൊരു ഉപകരണമാണ്, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ ഇമോഷൻസ്, ഇപ്പൊ ലിജോ ജോലി കഴിഞ്ഞ് വരാണ്, ജോലി സ്ഥലത്ത് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയാണ്, ഇന്ന് ജോലി സ്ഥലത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ തന്നെ നമുക്കൊരു റിലാക്സേഷൻ. അപ്പൊ അത് മറ്റേ ആൾ കേൾക്കുന്ന വിധത്തിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ബന്ധത്തെ വളർത്തും. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ നാവിന്റെ വലിയൊരു ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ജീവിത പങ്കാളിയെ കുറിച്ചുള്ള, അല്ലെങ്കിൽ നമ്മുടെ തന്നെയുള്ള വികാരങ്ങൾ, ചിന്തകള്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ തുറന്ന് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു അവയവമാണ് നാവ്. കൊള്ളാല്ലേ? അത് നല്ലൊരു ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഓക്കെ, ഇനി വേറെ ഒരെണ്ണം ഷെയർ ചെയ്യാമോ?
ഇപ്പൊ എത്രണ്ണായിന്ന് ഷിഫി ഒന്ന് എണ്ണി വെക്കണം കേട്ടോ, എത്രണ്ണായിന്ന്. ഓക്കെ, ഇനി വേറെ ഒരെണ്ണം പറഞ്ഞു. ഇതുവരെ പറയാത്തൊരു കാര്യം നാവ് കൊണ്ട് പറ്റുന്നത് നമ്മുടെ വിവാഹ ബന്ധത്തെ വളർത്താൻ. ഇനി പറയാനുണ്ട് കേട്ടോ, 4-5 കാര്യങ്ങൾ പറയാനുണ്ട്, വേഗം പറയും. നമ്മുടെ റൂബി ആൻഡ് മെജോയെ വിളിക്കാം, അവർക്ക് പറയാനുണ്ട് ചില കാര്യം. റൂബി ആൻഡ് മെജോ നമ്മുടെ MCC പ്രസിഡന്റ് അല്ലേ, കോർഡിനേറ്റർ. റൂബി ഒന്ന് വരാമോ, മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ആ, മെജോ ആണുള്ളത്. ഓക്കെ 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 ഓക്കെ. ആ യെസ് 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 യെസ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ റൂബി മെജോ ഉണ്ടല്ലോ, ഈ റിലേഷൻഷിപ്പിന് വളരാനായിട്ട് ഈ നാവ് എപ്രകാരം ഉപയോഗിക്കാം എന്നുള്ളതിന് വേറെ എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെയാ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അച്ഛാ, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, എനിക്ക് റൂബി ഇപ്പോ എനിക്ക് പെട്ടെന്ന് സങ്കടവും ദേഷ്യവും വരും. ആ ദേഷ്യവും സങ്കടം വരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പം റൂബി ആ സമയത്ത് ദേഷ്യപ്പെടില്ല. റൂബി ആ സമയത്ത് അധികം സംസാരിക്കാതെ ഇരിക്കും. അതിനുശേഷം എന്റെ സങ്കടവും എന്റെ ദേഷ്യപ്പെടലും എന്റെ പൊട്ടിത്തെറിയൊക്കെ കഴിയുമ്പോ റൂബി ആ കാര്യങ്ങൾ എനിക്ക് കൂടുതലൊന്ന് പറഞ്ഞു തരും. തിരുത്തും. ആ സമയത്ത് നമുക്ക് വ്യത്യസ്ത രീതിയിൽ പെരുമാറാമായിരുന്നു അല്ലേ, തിരുത്തിത്തരും. അതിന് പറയുന്ന പേരാണ്, ഈ നാവ് കൊണ്ടുള്ള വലിയൊരു ഉപകാരമാണ് അത്. നമുക്ക് നമ്മുടെ കൂടെയുള്ള പങ്കാളിയെ ബഹുമാനത്തോടെ തിരുത്താം. വെറുതെ തിരുത്തലല്ല കേട്ടോ, ബഹുമാനത്തോടെ തിരുത്താം. ഈ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആർക്കും നമുക്ക് എല്ലാവർക്കും കുറവുകളില്ലേ? നമ്മൾ നേരത്തെ പോസിറ്റീവ് സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് നെഗറ്റീവ് സ്ട്രോക്കിന്റെയും ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് രീതി ശരിയല്ല, ചില കാഴ്ചപ്പാടുകൾ ശരിയല്ല. അപ്പൊ നമുക്കത് പറയണ്ടേ? അത് പറയണമെന്നുണ്ടെങ്കിൽ ബഹുമാനത്തോടെ പറയണം. അതായത് തിരുത്തുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് വിത്ത് റെസ്പെക്ട്, ഈവൻ അവർ ചിൽഡ്രൻ വിത്ത് റെസ്പെക്ട്. കറക്റ്റ് എങ്ങനെ? അപ്പൊ റെസ്പെക്ടോടുകൂടി എങ്ങനെ കറക്റ്റ് ചെയ്യും? ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഉചിതമായ സമയത്ത് തിരുത്തുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ വളരെ ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരും വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ തിരുത്താൻ പോയി കഴിഞ്ഞാൽ അത് ദൂഷ്യഫലം ചെയ്യും. അപ്പൊ നമ്മൾ ഇത്തിരി കൂളായിട്ട് ഒന്ന് ശാന്തമായിട്ട് ഇരുന്നിട്ട് ഒന്ന് കൈമൊക്കെ ഒന്ന് പിടിച്ചിട്ട് ആ സന്ദർഭത്തെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ ഒരുമിച്ച് നിന്ന് ആലോചിച്ച് നമ്മുടെ നാവുകൊണ്ട് അങ്ങനെ പറയുമ്പോ ബഹുമാനത്തോടെ ഉള്ള ഒരു തിരുത്തലായി. ശരിയല്ലേ? അല്ലെ? ഈ നാവിനുള്ള ഏറ്റവും വലിയൊരു കപ്പാസിറ്റി എന്നാന്ന് അറിയാമോ? സൗമ്യത. സൗമ്യത എന്ന് പറഞ്ഞാൽ എന്താ? വളരെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന്. ഈ നാവ് കൊണ്ട് വളരെ സ്വീറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന്. നമുക്ക് നമ്മുടെ കുറവുകള് വളരെ സ്വീറ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കാന്ന്. അല്ലെ? അതിന് പറ്റുന്ന പദങ്ങൾ ഉപയോഗിക്കാം. മനസ്സിലാവുന്നു? ഇപ്പൊ റൂബി മേജോ തന്ന ഒരു ചായ തണുത്തുപോയി. എങ്ങനെ ഇത് മേജോട് പറയും? ഇതൊരു കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെങ്ങനെ നമുക്ക് മേജോട് വളരെ ഭംഗിയായിട്ട് പറയാൻ പറ്റും ഈ നാവ് കൊണ്ട്? ആദ്യം ഞാൻ മേജോ കുട്ടാന്നാ വിളിക്കുന്നത്. മേജോ കുട്ട, ചായ നന്നായിരുന്നു, പക്ഷേ നമ്മൾ എല്ലാ ദിവസവും തരുന്ന പോലെ അല്പം ചൂടാണെന്ന് നിനക്ക് അറിയാലോ. നീ ഇന്നും മറന്നുപോയതായിരിക്കും, കുഴപ്പമില്ല. അല്ലെങ്കിൽ നിനക്ക് തിരക്ക് വന്ന കാരണം നേരത്തെ ഉണ്ടാക്കിയതായിരിക്കാം. എങ്കിലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് ചായ നല്ലതാണ്. പക്ഷെ നമുക്ക് അല്പം കൂടി ചൂടോടെ കിട്ടിയാൽ കൂടി നല്ലതാണെന്ന്. അതെ. ഇവിടെ റൂബി ഇത് വളരെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ആളെ ഒന്ന് പോസിറ്റീവ് ആക്കിയിട്ട് ഒരു ഓമന പേരൊക്കെ ഇട്ട് വിളിച്ച് അപ്പൊ തന്നെ ഇതിനകത്ത് കൂളായി. അല്ലെ? മേജോ കുട്ടാന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളും കൂളാവും, ആരും കൂളാവും. മനസ്സിലാവുന്നില്ല? അതായത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ സൗമ്യതയോടുകൂടെ മേജോ കുട്ട, അതായത് അത് ഞാൻ വേറൊരു കാര്യമായിട്ട് പറയാൻ അറിയും. വാത്സല്യം പ്രകടിപ്പിക്കാനുള്ള വലിയൊരു കഴിവ് നാവിനുണ്ട് കേട്ടോ, അത് ഞാൻ പിന്നെ പറയാം. പക്ഷെ ഇവിടെ അങ്ങനെ വിളിക്കുകയാണ്. മാത്രമല്ല സാധാരണ നീ തരാറുണ്ടല്ലോ, അപ്പൊ ഒരു നന്മ നമ്മളവിടെ പറയാണ്. നീ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ, അപ്പൊ ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും എന്ന രീതിയിൽ പറയാം. വളരെ നല്ല ബഹുമാനത്തോട് തിരുത്താൻ കഴിയുന്ന ഒരു കാര്യം. ഇനി അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് നീ മറന്നുപോയതായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഉപയോഗിച്ച ലാംഗ്വേജ് എന്നാന്നറിയാമോ? നീ മറന്നുപോയതാ, നിന്റെ കുഴപ്പമാണെന്ന് ചെറിയൊരു സാധനം അതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മള്. മനസ്സിലായി? ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്ന മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രശ്നമില്ല. എന്നാൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമുക്ക് അതിലൊന്ന് സംസാരിക്കാനെങ്കിലോ ഈ നീ ഭാഷയ്ക്ക് പകരം ഞാൻ ഭാഷ ഉപയോഗിക്കണം. ഞാൻ ഭാഷ എന്ന് പറയുമ്പോൾ എന്താ?
കുറച്ചും കൂടി ചൂടുള്ള ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നതും നീ എനിക്ക് തന്ന ചായ തണുത്തു പോയി എന്ന് പറയുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അതായത് നീ തന്ന ചായ തണുത്തു പോയി എന്ന് പറയുമ്പോൾ നീ എന്തോ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. മറിച്ച് ഞാൻ മറ്റത് എൻ്റെ ഒരു കൺസേൺ ആയിട്ട് പറയാണ്, ഞാൻ ഒരു ചൂടുള്ള ചായയാണ് പ്രതീക്ഷിച്ചത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. നമ്മുടെ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണെങ്കിൽ ശരി, നമുക്ക് ഹെർട്ട് ചെയ്യാത്ത വിധത്തിൽ നമ്മൾ അയാളുടെ ആ ഒരു കുറവ് നികത്താനായിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പൊ നാവ് കൊണ്ട് നമുക്ക് ബഹുമാനത്തോടെ തിരുത്താനായിട്ട് സാധിക്കും. ബഹുമാനത്തോടെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബഹുമാനത്തോടെ, അല്ലെ? ഇപ്പൊ നമുക്കറിയാം കേട്ടോ, ഇപ്പൊ നിങ്ങളൊരു ഓഫീസിൽ ജോലി ചെയ്യാണ്. ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു കോഴ്സ് നടത്തുന്ന ഓഫീസാണെന്ന് കരുതുക. ആ കോഴ്സിന് രജിസ്ട്രേഷൻ ആയിട്ട് 10,000 രൂപയാണ് കൊടുക്കേണ്ടത്. കോഴ്സ് ഫീ അതാണ് 10,000 രൂപ. ഒരു രജിസ്റ്റർ ചെയ്തിട്ട് ഈ 10,000 രൂപ അടച്ചു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. അപ്പൊ ആള് ഫോൺ വിളിക്കാണ്, ഞാനിങ്ങനെ കോഴ്സിന് ഫീ അടച്ചിരുന്നു, അപ്പൊ എനിക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പൈസ തിരിച്ചു തരണമെന്ന് പറയാം. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറയാണ്, ഈ കോഴ്സ് ഫീ അടച്ച 10,000 രൂപയില് 500 രൂപ ഞങ്ങൾ പിടിക്കും, 9,500 രൂപ തിരിച്ചു തരുള്ളൂ എന്ന് പറയാം. ഈ കേൾക്കുന്ന ആൾക്ക് എന്ത് തോന്നും? അതായത് ഇയാളുടെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? 500 രൂപ ഞങ്ങൾ പിടിക്കും, ബാക്കി 9,500 രൂപയെ തിരിച്ചു തരുള്ളൂ. ഓക്കെ, ഇതേ കാര്യം തന്നെ മറ്റൊരാളെ എങ്ങനെ പറയണമെന്ന് അറിയാമോ? ഓക്കെ, നമുക്ക് കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലേ, 9,500 രൂപ തിരിച്ചു തരൂ കേട്ടോ, 500 രൂപ ഞങ്ങളുടെ സർവീസ് ചാർജ് ആയിട്ട് ഞങ്ങൾ എടുക്കും. ഏതിനായിരിക്കും കുറച്ചും കൂടി പോസിറ്റിവിറ്റി ഉള്ളത്? കേൾക്കുന്ന ആൾക്ക് ഹെർട്ട് ഫീലിംഗ് ഇല്ലാത്തത് രണ്ടാമത്തതല്ലേ? അതാണ് ഞാൻ ഇതുപോലത്തെ കുറെ ടെക്നിക്സ് ഈ ഭാഷയിലുണ്ടെന്ന്. നമ്മളൊരാളെ തിരുത്തുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ, അല്ലെ? ഇപ്പൊ ഒരാളെ നിങ്ങൾ കണ്ടപ്പോ വളരെ ശോഷിച്ചിരിക്കുകയാണ്, നിങ്ങളത് എങ്ങനെയായിരിക്കും അയാളോട് ശ്രദ്ധയിൽപ്പെടുത്താൻ പോണത്? പൊതുവെ നമ്മുടെ ആൾക്കാർ ഒരാലോചനയും കൂടാതെ പറയുന്ന ഡയലോഗിനാണ്, അയ്യോ കോലം കെട്ടുപോലെ ഇത് നിന്റെ ഭക്ഷണമല്ലേ, അയ്യോ. കേൾക്കുമ്പോ തന്നെ ഈ ആൾക്ക് എന്ത് തോന്നും? എന്റെ ദൈവമേ, അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണ്ടായിരുന്നു എന്ന് തോന്നൂല്ലേ? മറിച്ച് നമ്മളോട് അയാളോട് പറയാണ്, ഇയാളുടെ അധ്വാനം കൂടുതലാന്ന് തോന്നുന്നല്ലേ, അല്പം ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, എങ്ങനെയുണ്ട്? അപ്പൊ അയാളെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണമെന്നും അതൊക്കെ നമ്മൾ ഒരു പോസിറ്റീവ് ഹെർട്ട് ഫീലിംഗ് ഇല്ലാതെ പറയാണെന്ന്. നമ്മുടെ മലയാളികൾ ഇത് കുറെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. മലയാളികൾ നമുക്കൊരു ചിന്തയുണ്ട്, ഉള്ളത് പോലെ വെട്ടി തുറന്ന് പറയേണ്ടതാണ് ആത്മാർത്ഥത. നോ 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 നോ. നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് ഒരു 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 ഹീലിംഗ് കൊടുക്കുന്ന വിധത്തിലാവണമെന്ന്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണത്. ഓക്കെ, അപ്പൊ ബഹുമാനത്തോടെ തിരുത്താൻ നമ്മുടെ ഈ നാവ് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കേട്ടോ. ഓക്കെ, പിന്നെ നേരത്തെ നമ്മുടെ റൂബി പറഞ്ഞ മേജോ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, വാത്സല്യം പ്രകടിപ്പിക്കാൻ ഇവൻ സുന്ദരനാണ്. വാത്സല്യം പ്രകടിപ്പിക്കാൻ ഇവിടെ തന്നെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഓമന പേരിട്ടല്ലേ നിങ്ങളുടെ പാർട്ണറെ വിളിക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെ വിളിച്ചായിരുന്നു, ഇപ്പൊ വിളിക്കാൻ പറ്റുന്നില്ല ചോ, കാരണം അയാളുടെ മുഖം കാണുമ്പോൾ ഓമനത്വം വരുന്നില്ല. ഈ വാത്സല്യം, കൊഞ്ചല്, ഇതൊക്കെ മനുഷ്യന്റെ ഉള്ളിലുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ ബലം പിടിച്ചൊന്നും നടക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ അങ്ങനെയൊക്കെ മേജോ കുട്ടാനൊക്കെ വിളിക്കണോന്ന് മനസ്സിലാവുന്നുണ്ടോ? ഭർത്താക്കന്മാര് ഭാര്യമാരെ മാത്രമല്ല കൊഞ്ചിക്കേണ്ടത്, ഭാര്യമാര് ഭർത്താക്കന്മാരെയും കൊഞ്ചിക്കണം, ഭർത്താക്കന്മാര് നിന്നു കൊടുക്കണം. അതും ഈ നാവിന്റെ ഒരു ഉപയോഗ, അല്ലേ? പൊന്നേന്നൊക്കെ വിളിച്ചാൽ എങ്ങനെയുണ്ടാവും ഭാര്യ ഭർത്താവിനെ? കുട്ടാന്ന് വിളിച്ചാലോ? കാരണം അവരെന്തോ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരെന്നാണ് അവര് വിചാരം. അപ്പൊ ഇങ്ങനെ വിളിച്ച് നാണം കെട്ടുപോലെ എന്നാണ് അവരുടെ വിചാരം. നോ, വിവാഹ ബന്ധത്തിൽ രണ്ടുപേരും തുല്യരാണ്. അതുകൊണ്ട് വാത്സല്യം പ്രകടിപ്പിക്കുന്ന ഭാഷ ഉപയോഗിക്കാൻ നമ്മുടെ നാവിന് പറ്റുമെന്ന്. നമുക്കൊരു ചെലവില്ലാത്ത കാര്യമല്ലേ, അല്ലേ? നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഭാര്യ അടുക്കളയിൽ കുക്ക് ചെയ്യാണ്. എന്താണ് സുന്ദരി ഇന്ന് കുക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ചില ഭാര്യമാര് പറയും, ഇന്ന് എന്തോ കാര്യം നടത്താനുണ്ട്, അതിനുള്ള പുറത്താണ്. കാരണം ഇയാൾ ഒരിക്കലും കേട്ടിട്ടില്ലേ? അതല്ല, അത് നാവിന്റെ ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റിയാണത്, ഈ വാത്സല്യം പ്രകടിപ്പിക്കാനുള്ള കപ്പാസിറ്റി. ഓക്കെ, അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ വേറെ എന്തായിരിക്കും? വേറെ എന്തെങ്കിലും നാവ് കൊണ്ട്? ഏതാ കേട്ടില്ല? എന്നോടാണോ? അല്ല,
വേറെന്തായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ? ഈ നാവ് കൊണ്ട് നമുക്ക് വിവാഹ ബന്ധത്തെ വളർത്താൻ കഴിയുന്ന വേറെന്തെങ്കിലും മാർഗം? എനിത്തിങ് എൽസ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും ഇനിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ഇനി ഞാൻ പറയട്ടെ നന്ദി അച്ഛാ? പറയുന്നത് വളരെ നല്ല. പറഞ്ഞു. അതാരാ? പറഞ്ഞു. ഷീബയാണ്, ജേക്കബ് ഷീബ. ഞാനൊരു ആ, കാര്യം ഷീബ പറയാം. പറയൂ. അപ്പൊ ഞങ്ങളുടെ പറയൂ ലൈഫിൽ പറയൂ. ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഇപ്പൊ സ്കൂളിൽ ആ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി, ആ ഞാൻ ഫേസ് ചെയ്യണ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് വന്ന് ഇവിടെ ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു ആ കിട്ടുന്ന സപ്പോർട്ട് ഉണ്ട്. ആ ആ പ്രോബ്ലത്തെ എനിക്ക് ഫേസ് ചെയ്യാൻ, എന്റെ ടെൻഷൻ കുറയ്ക്കാൻ, അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഒരു എന്താ പറയാ, എന്റെ കോൺഫിഡൻസിനെ എൻറിച്ച് ചെയ്യിപ്പിക്കും. അതെനിക്ക് എന്റെ ഭർത്താവിൽ നിന്ന് മാത്രമല്ലേ കിട്ടുള്ളൂ. അതെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ കാര്യം. അതായത് പ്രോത്സാഹിപ്പിക്കുക, പിന്തുണയ്ക്കുക. ഓക്കെ അത് നാവിന്റെ നല്ലൊരു ഉപയോഗമാണ്. നാവിന്റെ നല്ലൊരു ഉപയോഗമാണ്. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും? വളരെ നല്ലൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ നാവ് കൊണ്ട് ചെയ്യാവുന്ന നമുക്ക് ബന്ധത്തെ വളർത്താൻ കഴിയുന്ന നല്ലൊരു കാര്യം അറിയാമോ? നന്ദി പറയാം. നന്ദി പറയാം, അല്ലേ? അല്ല, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നന്ദി പറയേണ്ടതുണ്ടോ? അത് ഇച്ചിരി ഒഫീഷ്യലായി പോവില്ലേ? ഒരിക്കലും നിങ്ങൾക്കറിയാമോ, ഇല്ല. നമ്മൾ നന്ദി പറയും തോറും നമ്മുടെ ബ്രെയിനിൽ പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് ഉത്പാദിപ്പിക്കപ്പെടും. താങ്ക്ഫുൾനെസ്, നന്ദി നിറഞ്ഞ മനസ്സ് നമ്മളിൽ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കും. വി ആർ ഗ്രേറ്റ്ഫുൾ. എല്ലാ ദിവസവും 1-2 കാര്യത്തിനെങ്കിലും നന്ദി പറയണമെന്ന്. ഒരു ഭക്ഷണം ഉണ്ടാക്കി ഭാര്യ നമ്മുടെ മേശപ്പുറത്ത് വെച്ച് തരികയാണ്, നന്ദി പറയണ്ടേ? അല്ല, ഇത് എല്ലാ ദിവസവും ആയതുകൊണ്ട് വെച്ചോ നന്ദി പറയാൻ നോക്കാറില്ല. പക്ഷെ അങ്ങനെയല്ല, ലെറ്റ് ബി വെരി താങ്ക്ഫുൾ, അല്ലേ? അടുക്കളയിൽ ഭർത്താവ് ഒന്ന് സഹായിച്ചു, കൊള്ളാം, താങ്ക് യു ഏട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് പോകാനുള്ള തിരക്കില് ചേട്ടനെ കൂടി സഹായിച്ചപ്പോഴേ അത് പെട്ടെന്ന് തീർന്നു, നന്ദി. ആ നന്ദി നിറഞ്ഞ മനസ്സ് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവയവമാണ് നമ്മുടെ നാവ്. ഇപ്പൊ എത്രണ്ണായി ഷിഫി? 8 എന്നാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. 8 8 ഞാനിവിടെ 10 എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് വിട്ടുപോയാ? അല്ല എന്നാ ഇനി അല്ല ഒന്നുകൂടി ആ വേറെ പറയാം. അതായത് ശരിക്കും ഈ നാവിന്റെ ഉപയോഗം വരുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത്, നമുക്കൊക്കെ കുറെ ആവശ്യങ്ങളില്ലേ? ആ ആവശ്യങ്ങൾ തുറന്ന് പറയണ്ടേ? പറയണ എങ്ങനെയാ? നാവിലൂടെ അല്ലേ? അല്ലേ? ഇപ്പോ നമ്മുടെ ഒരു ഇമോഷണൽ നീഡാണ്, ഒരു ഗാഢ സംഭാഷണം വേണമെന്നുള്ളത്. ജീവിതസഖിയുമായിട്ട് ഒരു ഗാഢ സംഭാഷണം, അടുത്തിരുന്ന് കുറച്ചു നേരം വർത്താനം പറയണം. ഭാര്യ അത് ഭർത്താവിനോട് തുറന്ന് വ്യക്തമായിട്ട് പറയാണ്, ചേട്ടാ, എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമാണ് നമ്മൾ ആഴ്ചയിൽ ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു 10 മിനിറ്റ് എങ്കിലും ഒരുമിച്ച് നമ്മൾ മാത്രമായിട്ട് നിന്ന് സംസാരിക്കണം. നമ്മുടെ ആവശ്യം വളരെ കൃത്യമായിട്ട് ഈ നാവിലൂടെ പറയാം. അങ്ങനെ പറയണ്ടേ? ചിലര് കരുതാൻ അറിയുമോ, അത് അയാള് എന്താ പറയാ, കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? ഓ, കണ്ടറിഞ്ഞ് ചെയ്യാം, പക്ഷെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ തുറന്ന് പങ്കുവെക്കാലോ, അല്ലെ? അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞ വൈകാരിക ആവശ്യങ്ങളുണ്ട്, ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റു വിധത്തോടെ ഇന്റലക്ച്വൽ നീഡ്സ് ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ, നിങ്ങൾക്ക് ജോലിക്ക് പോകണം. അപ്പൊ നിങ്ങളുടെ നീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ പങ്കുവെക്കുകയാണ് ചെയ്യണത്, തുറന്ന് പറയണ്ടേ? അത് എന്തിലൂടെ സാധിക്കുന്നത്? നമ്മുടെ നാവിലൂടെയാണ് സാധിക്കുന്നത്. ടു എക്സ്പ്രസ് യുവർ നീഡ്സ്, അല്ലേ? ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ അസുഖമായിട്ട് കിടക്കാണ്, ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മയെ ശുശ്രൂഷിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. സോ യു ഷെയർ വിത്ത് യുവർ പാർട്ട്ണർ വളരെ വ്യക്തമായിട്ട്, മനസ്സിലാകുന്നുണ്ടോ? അതല്ലാതെ നമ്മളത് പങ്കുവെക്കാതിരുന്നിട്ട് പിന്നെ എന്നാൽ എന്റെ അമ്മ അസുഖമായിട്ട് കിടന്നിട്ട് നീ ഒരാഴ്ച പോലും എന്റെ അമ്മേനെ ഈ വീട്ടിൽ കൊണ്ട് നോക്കാന്ന് നീ പറഞ്ഞോ? എനിക്കറിയാം നിനക്ക് എന്റെ അമ്മയോട് താല്പര്യമില്ലെന്ന്. ഓ ശരി, വളരെ സന്തോഷം. അതിനൊക്കെ ഇടയുണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എക്സ്പ്രസ് അവർ നീഡ്സ് വിത്ത് ക്ലാരിറ്റി, ജെന്റിൽനെസ്. ഓക്കെ, അത് നമ്മുടെ നാവുകൊണ്ട് പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതൊക്കെ കേട്ടിട്ട്? നാവ് ഒരു വില്ലനാണല്ലേ? നമ്മുടെ ഈ ബന്ധത്തെ വളർത്താൻ കഴിയുന്ന വളരെ സൂപ്പർ സ്റ്റാർ ആണ് ഈ നാവ് എന്ന് പറഞ്ഞ സാധനം. ഷിഫി, ഒന്ന് എഴുതിയൊന്ന് വായിക്കാമോ എന്തൊക്കെ നമ്മൾ പറഞ്ഞെന്നുള്ളത്, എന്നിട്ട് നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് വരാം. ഞാൻ 9 പോയിന്റ്സ് ആണ് എഴുതിയത്. വായിച്ചോ. ഒന്ന് നമുക്ക്
എൻകറേജിങ് ആയിട്ടുള്ള, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാനുള്ള വേർഡ്സ് പറയാം നാവ് ഉപയോഗിച്ച്. അതായത് ശരി. അയാളെ വളർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടെ എൻകറേജ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റും. സ്നേഹ ഇഷ്ടം പ്രകടനങ്ങൾ ഇഷ്ടം നാവിലൂടെ ഇഷ്ടം 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 പ്രകടിപ്പിക്കാം. പ്രകടിപ്പിക്കാം. ഇഷ്ടം 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 സ്നേഹം തമ്മിൽ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാല്, സ്നേഹം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ പ്രോത്സാഹനം കൊടുക്കുന്നത് സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ്. മറ്റേന്ന് പറഞ്ഞൊരു ഇഷ്ടം, എന്താ പറയാ, നമ്മള് നീ എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ താറുമാറായി പോയേനെ, നീയാണ് എനിക്ക് ജീവിതം തന്നത് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, സംതിങ് നമ്മുടെ ആ തമ്മിലുള്ള അടുപ്പത്തെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്. ഓക്കെ, ശരി. പിന്നെ മൂന്നാമത്തെ, നമ്മുടെ ജീവിതത്തിലുണ്ടായ പഴയ കാലത്തുണ്ടായ നല്ല സംഭവങ്ങളൊക്കെ നമുക്ക് വീണ്ടും റീകോൾ ചെയ്യാൻ പറ്റും. അതും ഈ ഇഷ്ടത്തിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. പിന്നെ ലവ് സ്റ്റോറി, റീകോളിംഗ് ആ ലവ് സ്റ്റോറി. പിന്നെ ഇത് സോറി പറഞ്ഞ് ഹീൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ പങ്കാളികളുടെ മുറിവിനെ. പിന്നെ നമ്മുടെ ഇമോഷൻസ്, നമുക്കുണ്ടാകുന്ന വികാരങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. ദമ്പതികൾ തമ്മിൽ പങ്കുവയ്ക്കാൻ പറ്റും. ബഹുമാനത്തോടെ ചെയ്യാറില്ലേ ഓരോ ദിവസം അവസാനമാകുമ്പോൾ നിങ്ങൾ ചില ദമ്പതികൾ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഭർത്താവ് ചോദിക്കും ഭാര്യയോട്, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് എന്തായിരുന്നു ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളത് എന്താണ്, അങ്ങനെ അന്നത്തെ സംഭവിച്ച കാര്യങ്ങൾ, അതിന്റെ വികാരങ്ങളോട് കൂടെ എന്താ പറയുക, ചോദിച്ചറിയുക, സംസാരിക്കുക, അതൊക്കെ ദാമ്പത്യ ജീവിതത്തെ വളർത്തുന്ന കാര്യമാണ്. ഓക്കെ, സോ പിന്നെ അടുത്തത് ബഹുമാനത്തോടെ തിരുത്താൻ സാധിക്കും നമുക്ക്. ബഹുമാനത്തോടെ തിരുത്താം. വെരി ഗുഡ്. പിന്നെ വാത്സല്യം പ്രകടിപ്പിക്കാൻ സാധിക്കും. പിന്നെ നന്ദി പ്രകടിപ്പിക്കാൻ സാധിക്കും. ആവശ്യങ്ങൾ തുറന്നു പറയാൻ, എക്സ്പ്രസ് ആ നീഡ് വിത്ത് ജെന്റിൽനെസ്. ഓക്കെ, ആവശ്യങ്ങൾ തുറന്നു പറയാൻ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം നമ്മൾ വിട്ടുപോയി, അഭിനന്ദനം. അപ്രീസിയേഷൻ, പ്രശംസ, ഈ പോസിറ്റീവ് സ്ട്രോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പ്രോത്സാഹനവും പോസിറ്റീവ് സ്ട്രോക്കും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ എൻകറേജ് ചെയ്യുന്നതാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം നേടിയെടുത്തു അപ്പൊ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാം. അതായത് എന്നറിയുമോ, മറ്റൊരാളെ മനസ്സിലാക്കി എന്ന് അയാൾക്ക് തോന്നാനായിട്ട് നാവ് നല്ലൊരു ഉപകരണം. അതെങ്ങനെയാ? അതെങ്ങനെയാ ലിജോ ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഗ്രീഷ്മ വന്നിട്ട് ലിജോയോട് പറയാണ്, ചേട്ടാ ഇന്ന് ജോലി സ്ഥലത്ത് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു, ബോസ് ഒത്തിരിയേറെ ഫയർ ചെയ്തു, ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു, എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. എങ്ങനെയായിരിക്കും ലിജോ ഇതിനോട് തിരിച്ച് പ്രതികരിക്കുക? സാധാരണ ആള് ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കുറെ പരാതികൾ പെട്ടുകൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം ഒരു കോളേജിലല്ല പണ്ട് ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദുബായിൽ വെച്ച് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചിന് ഒരു മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കൊച്ചിന്റെ കാരണവന്മാർ വന്ന് കംപ്ലൈന്റ് പറഞ്ഞു പ്രിൻസിപ്പളിന്റെ മുന്നിൽ വെച്ച്. അപ്പൊ പ്രിൻസിപ്പള് പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞില്ല, ഒരു മാർക്ക് കൂടുതൽ കൊടുത്തേക്ക്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയാർക്ക് പറഞ്ഞു, അപ്പൊ ഞാൻ എന്തിനാ പഠിപ്പിച്ച, എന്റെ ഒരു ഇത് ഇൻസൾട്ട് ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നമ്മുടെ പിള്ളേരൊന്നുമല്ലല്ലോ, അവനിപ്പോ ഒരു മാർക്കും കുറഞ്ഞു പോയാലും അത് അവന്റെ ഇഷ്ടം, അവൻ എങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മളിതിൽ ഒരു ഇത് എൻകറേജ്മെന്റ് ചെയ്യുമ്പോൾ ഓക്കെ, അത് വിട്ടുകളയാം, നമുക്ക് അവൻ എന്തിനും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് വിട്ടുകളയും. അത് അവരോട് പറയും, അത് നമ്മുടെ മക്കളൊന്നുമല്ലല്ലോ, നമ്മൾ എന്തിനാ ഇങ്ങനെ തല്ലുപിടിക്കാൻ പോണെന്ന് പറയുമ്പോൾ ആളങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ, എന്നാലും ആ ഒരു മനസ്സിൽ കിടക്കാനുണ്ടാവും. എന്നാലും ഗ്രീഷ്മ ഇപ്പൊ ഈ പറഞ്ഞ ഉദാഹരണത്തില് ഭർത്താവ് ഇങ്ങനെ പ്രതികരിച്ചപ്പോ ശരിക്കും എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കിയെന്ന് തോന്നിയോ? ഉള്ളത് പറയണം കേട്ടോ, എന്നോട് ഉള്ളത് പറയണം. ലിജോയ്ക്ക് ഒരു പ്രശ്നമില്ല, ഉള്ളത് പറഞ്ഞോ. അത് നമുക്ക് വിഷമം വന്നത് ആൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാ. കറക്റ്റ്. ലിജോ ശ്രദ്ധിച്ചാ, ആക്ച്വലി അയാള് നമ്മുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്യണത് അയാളുടെ വിഷമാണ്. ആ പ്രിൻസിപ്പൾ അയാളെ ഇൻസൾട്ട് ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫീലാണ് ഉണ്ടായത്. ശരിക്കും ലിജോ ആളെ മനസ്സിലാക്കിയെന്ന് നമ്മുടെ നാവുകൊണ്ട് എങ്ങനെ പറയാന്നറിയാമോ? ഗ്രീഷ്മ, അങ്ങനെ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോ നിനക്ക് ഭയങ്കര സങ്കടമായില്ലേ, നീ അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ, നിന്നെ അപമാനിച്ചപ്പോ ഒരു ഫീല് നിനക്ക് തോന്നിയല്ലേ എന്ന് പറഞ്ഞാൽ ഈ ഗ്രീഷ്മ പറയും, ചേട്ടാ എനിക്ക് അങ്ങനെ തോന്നി, എന്നെ മനസ്സിലാക്കിയെന്ന് ഗ്രീഷ്മയ്ക്ക് തോന്നും. അപ്പൊ ലിജോ ഇവിടെ എന്താ ചെയ്തത്? ആളുടെ വികാരങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ നാവിലൂടെ അതങ്ങോട്ട് വീണ്ടും പറഞ്ഞു. ഈ നാവിന് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. മറ്റൊരാള് എന്നെ മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നത്തക്ക വിധത്തിൽ അയാളുടെ നാവ് ഉപയോഗിച്ച് തരാൻ പറ്റുമെന്ന്.
പക്ഷെ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല വീടുകളിലൊന്നും. നമ്മളത് അങ്ങനെയാണ് പോകും. പക്ഷെ അതല്ല, ലൈഫിൽ വളരെയേറെ എന്താ പറയാ, ജീവിതത്തിന്റെ എന്താ പറയുക, ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ഇമോഷണൽ ഇതിലൂടെ കടന്നു പോകുമ്പോ എന്നെ മനസ്സിലാക്കി. എന്താ നമ്മളോടാണോ? അല്ലായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മുടെ റൈഫൺ സാർ സൂചിപ്പിക്കുകയുണ്ടായി, ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഒരു കുറവ് വന്നു പോയി, സാരില്ല എന്ന് പറയാനായിട്ട്. ഞാനതിനെ നമ്മുടെ പിന്തുണയ്ക്കാന്ന് പറഞ്ഞ ഒരാളെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു കുറവുകളിൽ നിന്ന് അതിജീവിക്കാനായിട്ട് നമ്മൾ അയാളെ പിന്തുണയ്ക്കുക. അതിന്റെ ഒരു ഭാഗമാണ് ഈ ആശ്വസിപ്പിക്കല്. അങ്ങനെയും നമുക്ക് നാവ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ യു സി, നാവിന്റെ പ്രയോജനം എന്തല്ലേ? നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നണം? ഇത് കൊള്ളാലോ. ഈ നാവ് തന്നെ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏത് ലെവലിൽ എത്തിയാനാണ്? അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണം? അടുത്ത മാസം നമുക്ക് ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത മാസം 4ാമത്തെ ബുധനാഴ്ച വരുമല്ലോ. അതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം. എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? ഈ ഒരു മാസം നമുക്ക് ഇത് കേട്ടതിന്റെ വെളിച്ചത്തില് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം. മൈക്ക് പറയുന്നുണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. ഒന്നും പ്രാക്ടിക്കൽ അല്ലേ? അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് അച്ഛൻ. അതന്നെയാ. നന്ദി പറയാം. നന്ദി. ജോളി, നന്ദി പറയാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നന്ദി പറയാം. ഓക്കെ, എല്ലാ ദിവസവും ഒരു കാര്യത്തിനെങ്കിലും നന്ദി പറയാൻ പറ്റുമോ? പറ്റുമോ? ബോധപൂർവം. അതായത് നമ്മൾ ഈ ട്രെയിനിങ്ങിന്റെ കാര്യം എന്ന് പറയുന്നത് വി ആർ ഡൂയിങ് ഇറ്റ് കോൺഷ്യസ്ലി. താനേ വരില്ല. എല്ലാ ദിവസവും ഞങ്ങളുടെ ജീവിത പങ്കാളി അങ്ങോട്ട് ഇങ്ങോട്ടും ആർട്ടിഫിഷ്യൽ ആകാതെ തന്നെ ഒരു നല്ല കാര്യം ചെയ്തതിന്, നമുക്ക് നന്മ വരുന്ന ഒരു കാര്യം ചെയ്തതിന് നന്ദി എന്ന് പറയാനായിട്ട് കഴിയുന്ന ഒരവസ്ഥ. പറ്റൂലേ? അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താം. അതായത് അടുത്തൊരു മാസം ഇനി 30 ദിവസം 30 പ്രാവശ്യം, അതായത് ഡെയിലി ഒരെണ്ണെങ്കിലും കേട്ടോ, കൂടുതൽ പറഞ്ഞു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണെങ്കിലും ആത്മാർത്ഥതയോടുകൂടെ പറയാൻ വേണ്ടിയിട്ടല്ല, ആത്മാർത്ഥതയോടുകൂടെ നന്ദി പറയും. ഓക്കെ, അതോടൊപ്പം തന്നെ ആ ആത്മാർത്ഥതയോട് നന്ദി പറയുന്നതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ലെറ്റ് us ഓൾസോ ഗിവ് സം കൈൻഡ് ഓഫ് അപ്രീസിയേഷൻ അല്ലെ? ഈ പോസിറ്റീവ് സ്ട്രോക്കിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതും കൂടി നമുക്ക് ക്ലബ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ പാർട്ട്ണറിൽ കാണുന്ന അവർ ചെയ്തു തരുന്ന നന്മകൾ, അതോടൊപ്പം തന്നെ അവർ കാണുന്ന നല്ല ഗുണങ്ങൾ, അതിനെ വെച്ചിട്ട് ഒരു നന്ദിയും അതോടൊപ്പം തന്നെ ഒരു പ്രശംസയും നമുക്ക് കൊടുക്കാനുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം. ഓക്കെ, പ്രശംസിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവരിച്ച് പ്രശംസിക്കണേ. ഒറ്റ സെന്റൻസിൽ ഒതുക്കരുത്, ഇച്ചിരി കൂട്ടി പറഞ്ഞാൽ പറയാവൂ, ഇച്ചിരി കൂട്ടി പറയണം. ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ നമുക്ക് ഈ 30 മാസം കൊണ്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതെങ്ങനെ പോകുന്നു എന്ന് പരിശോധിച്ച് നോക്കാം. നാവിനെ നമുക്ക് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം, ഈ ഉപകരണം എങ്ങനെ നമ്മളിൽ പ്രവർത്തിക്കണമെന്ന്. ചില സ്ഥിരം ഡയലോഗുകളുണ്ട്, മനസ്സിലാവുന്നുണ്ട്? സ്ഥിരം നാവിനെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ ഓർക്കണം, ഈ ബ്രെയിനാണ്. ഇവിടെ സൂക്ഷിച്ചേക്കണ എന്തോ സാധനമാണ് അത്. അപ്പൊ നിങ്ങൾ ഈ നാവും ബ്രെയിനും തമ്മിലുള്ള ലിങ്ക് പരിശോധിച്ചിട്ട് ഈ ബ്രെയിനിൽ ചില മാറ്റം വരുത്തിയാലാണ് നാവിൽ നിന്ന് നല്ല സാധനം വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹൃദയത്തിൽ നിന്നാണല്ലോ അതരങ്ങൾ സംസാരിക്കുന്നത്, ശരിയല്ലേ? ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ബ്രെയിനാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ബ്രെയിനിൽ എന്താണ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതനുസരിച്ച് വരുള്ളൂ. സോ ലെറ്റ് us മേക്ക് എ പോസിറ്റീവ് ഇമേജ് അബൌട്ട് യുവർ പാർട്ട്ണർ. ജീവിത പങ്കാളിയെ കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് മനസ്സിലേക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഈ നാവ് കൊണ്ട് നമ്മളിപ്പോ ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് നമ്മൾ ബോധപൂർവം ചെയ്യാൻ ശ്രമിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വേർഡ് ഓഫ് താങ്ക്സ് എവറി ഡേ ആൻഡ് ഓൾസോ വേർഡ് ഓഫ് അപ്രീസിയേഷൻ. ഓക്കെ ഓക്കെ, എനിത്തിങ് എൽസ് ദാറ്റ് യു വാണ്ട് ടു കോൺട്രിബ്യൂട്ട്? എന്തെങ്കിലും കൂടുതൽ ചേർക്കണോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു കലലിയച്ച. ഈ പറഞ്ഞ പോലെ നാവ് വളരെ ഡെലിക്കറ്റ് ആയിട്ടുള്ള
ഒരു സംഭവമാണ്. അത് എങ്ങനെ ഡെലിക്കേറ്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് അച്ഛൻ പറഞ്ഞു തന്നു. നമുക്കപ്പോൾ ഈ യോഗത്തെ അവസാനിപ്പിക്കുന്നതിനായിട്ട് കൃതജ്ഞത അർപ്പിക്കുന്നതിനായിട്ട് ലിജോ ഗ്രീഷ്മ ദമ്പതികളെ ക്ഷണിച്ചുകൊള്ളുന്നു. ലിജോ ഗ്രീഷ്മ. ഇന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യമായി ഈ കൂട്ടായ്മ ഫലപ്രദമായി നടത്താൻ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്നത്തെ ക്ലാസ് നയിക്കുകയും ആശയങ്ങൾ ഉദാഹരണ സഹിതം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ കല്ലേലി അച്ഛന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി അച്ഛൻ്റെ നാമഹേതു തിരുനാളിന് എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. തൻ്റെ നേതൃത്വ പാഠവും കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഇന്നത്തെ ഈ GR ഫാമിലി അവർ സാധ്യമാക്കി തന്ന ബഹുമാനപ്പെട്ട ജോസഫ് മണവാളനച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ ഗ്രേസ് റിപ്പിൾസ് മിനിസ്ട്രിയുടെ കോർഡിനേറ്റേഴ്സായ റൂബി മേജോ ദമ്പതികൾക്കും സെക്രട്ടറി കപ്പിൾസായ അപ്രേം ഷൈനി ദമ്പതികൾക്കും GR ഫാമിലി അവറിൽ പങ്കെടുത്ത എല്ലാ GR ദമ്പതികൾക്കും പ്രത്യേകിച്ച് ഇന്ന് അനുഭവങ്ങൾ പങ്കുവച്ച് നമ്മളോട് സംസാരിച്ച ഞങ്ങളുൾപ്പെടെയുള്ള 4 ദമ്പതികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്കൊരു പ്രയർ ചെയ്യാം അല്ലെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. നാഥാ, നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ഞങ്ങളുടെ ജീവിത സഖി, ഈ വിവാഹ ജീവിതം. ഇത് വളർത്താൻ ഒത്തിരിയേറെ സാധ്യതകൾ ഞങ്ങളുടെ മുമ്പിലുണ്ടെന്ന് നീ ഞങ്ങളെ ഓരോ നിമിഷവും പഠിപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് നാവ് എപ്രകാരം ഞങ്ങളുടെ കുടുംബജീവിതത്തെ വളർത്തുന്ന വിധത്തിൽ ഉപയോഗിക്കാമെന്നാണ്. ഞങ്ങൾ ഏകദേശം 10ഓളം കാര്യങ്ങൾ കണ്ടു. അതാ നീ തന്ന ഈ വലിയ ഗിഫ്റ്റ്, സംസാരിക്കാനുള്ള പാഠം, അത് ഏറ്റവും ഫലപ്രദമായി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉപയോഗിക്കാൻ നീ കൃപ തരണം. അതോടെ ഒരിക്കലും തിന്മ പടരാതിരിക്കട്ടെ. നന്മ വരുന്ന കാര്യങ്ങൾ മാത്രം, മനസ്സിന് ഉത്കർഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ, അത് അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ചെയ്യുവാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ നാവിനെ അവിടെ നിന്ന് നയിക്കണമേ. ഈ വരുന്ന മാസത്തിൽ പരസ്പരം നന്ദി നിറഞ്ഞ് നന്ദിയോടെ സംസാരിക്കാനും പരസ്പരം അഭിനന്ദിച്ച് സംസാരിക്കാനും ഞങ്ങളുടെ നാവിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാനും ഇവിടെ കൂടിയിരുന്ന ഓരോ ദമ്പതികളെയും നീ ആശീർവദിക്കണമേ. അങ്ങനെ ഈ വിവാഹ ജീവിതം അങ്ങയുടെ സ്നേഹത്തിന് സാക്ഷ്യമായി മാറുവാൻ ഈ ഗ്രേസ് റിപ്പിൾസ് ദമ്പതികളെയും മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റിലെ ദമ്പതികളെയും അവനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവായ ശോംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു വൺസ് അഗൈൻ എല്ലാവരോടും. ഗുഡ് നൈറ്റ്.